നീൽ ടി വിയുടെ ഇലക്ഷൻ സംവാദത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി അണ്ണാ ഡി എച്ച് ആർ എം പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സജി കൊല്ലമാണ്. അദ്ദേഹത്തെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. ഡി എച്ച് ആർ എം മൂവ്മെൻറ്റ് കേരളത്തിൽ സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ വളരെയധികം ചലനങ്ങൾ സൃഷ്ടിക്കുകയും നല്ല രീതിയിൽ ആശയ സംവാദത്തിന് വഴിയൊരുക്കുകയും ചെയ്ത ഒരു മൂവ്മെൻറ്റായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വിശേഷിച്ചും അംബേദ്കർ രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നതിനും ഭരണഘടനയും ജനാധിപത്യ മൂല്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ജനാധിപത്യ മൂല്യങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിനും ഒക്കെ തന്നെ രാഷ്ട്രശില്പിയായ ഡോക്ടർ അംബേദ്കറുടെ ആശയങ്ങൾ ഭാവമായി പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ സെനാരിയോയിൽ വലിയ ഒരു സ്വാധീനം സൃഷ്ടിക്കാനായിട്ട് ഡി എച്ച് ആർ എം മൂവ്മെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിനൊരു രാഷ്ട്രീയ രൂപം തന്നെ കൈവന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ സോഷ്യൽ മൂവ്മെൻ്റ് ആയിട്ടുള്ള ഡി എച്ച് ആർ എം, അതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഡി എച്ച് ആർ എം പാർട്ടിയും ഇവിടുത്തെ സ്വദേശി ജനതയായിട്ടുള്ള അല്ലെങ്കിൽ മണ്ണിൻ്റെ നേരവകാശികളായിട്ടുള്ള ദളിത്, ആദിവാസി, പിന്നോക്ക ജനവിഭാഗങ്ങളെ സംബന്ധിച്ച് അവരുടെ സാംസ്കാരികവും രാഷ്ട്രീയവും ചരിത്രപരമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി, ഒരു സ്വത്വം സ്ഥാപിച്ചെടുക്കുന്നതിൽ വളരെയേറെ മുന്നോട്ട് പോയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലയിൽ ഇപ്പോൾ രൂപീകരിക്കപ്പെട്ട രാഷ്ട്രീയ മൂവ്മെൻ്റായിട്ടുള്ള അണ്ണാ ഡി എച്ച് ആർ എം പാർട്ടിയുടെ രാഷ്ട്രീയ ആശയങ്ങളെ സംബന്ധിച്ച് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് വിശദീകരിക്കണം. സാറ് പറഞ്ഞ കാര്യം ശരിയാണ്. കേരളത്തിലെ പട്ടികജാതി, പട്ടികവർഗ, അതോടൊപ്പം തന്നെ മതപരിവർത്തനം ചെയ്തു പോയ നമ്മുടെ സഹോദരങ്ങളെയും ചേർത്തുകൊണ്ടുള്ള ഒരു മുന്നേറ്റമായിരുന്നു ഡി എച്ച് ആർ എം എന്ന് പറയുന്ന ഓർഗനൈസേഷനിലൂടെ ഇതിൻ്റെ സ്ഥാപകൻ അല്ലെങ്കിൽ ഇങ്ങനൊരു ആശയം മുന്നോട്ട് വെച്ച തത്വങ്ങളുടെ തുടക്കം കുറിച്ചു. അത് കേരളത്തിൻ്റെ തെക്കൻ മേഖലകളിൽ കോളനികൾ കേന്ദ്രീകരിച്ച് സാധാരണക്കാരുടെ ഇടയിലായിരുന്നു ഇതിൻ്റെ പ്രവർത്തനങ്ങളെ കൂടുതലും മുന്നോട്ട് കൊണ്ടുപോയത്. തീർച്ചയായും ആ സാധാരണ ജനവിഭാഗങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നമുക്കെല്ലാവർക്കും വ്യക്തമായി അറിയാം. മദ്യത്തിനും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമൊക്കെ അതിയായി അഡിക്റ്റായി കഴിയുന്ന ഒരു സമൂഹം, സ്വന്തം കുടുംബമോ മക്കളെയോ ഭാവിയോ ഒന്നും നോക്കാതെ മുന്നോട്ട് പോകുന്നൊരു ജനത, അവരെ ബോധവൽക്കരണത്തിലൂടെ, അതായത് നമ്മുടെ പൂർവ്വപിതാക്കന്മാരായിട്ടുള്ള ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കറെയും അതോടൊപ്പം തന്നെ യജമാൻ അയ്യങ്കാളിയെയും മറ്റു പൂർവ്വപിതാക്കന്മാരുടെയൊക്കെ ആശയങ്ങളും അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങളെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ബോധവൽക്കരണ ക്ലാസ് കൊടുത്തുകൊണ്ട് മദ്യത്തിനും ലഹരിക്കുമെതിരായുള്ള നിരന്തരമായ ക്ലാസുകൾ കൊടുത്തുകൊണ്ടാണ് ഇതിൻ്റെ ആദ്യകാല മൂവ്മെൻറ്റ് ഡി എച്ച് ആർ എം എന്ന് പറയുന്ന പ്രസ്ഥാനം കേരളത്തിൽ ശക്തിയാർജിച്ചു വരുന്നത്. തീർച്ചയായും ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുമ്പോൾ ഒരു സംഘടനയ്ക്കൊരു പരിധിയുണ്ട്, അല്ലെങ്കിൽ പരിമിതിയുണ്ട്. ആ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ അതിൻ്റെ പരിമിതിക്ക് പുറത്ത് നമ്മൾ വരേണ്ടതായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ സ്ഥാപക നേതാവ് അല്ലെങ്കിൽ ഇതിൻ്റെ ആശയ രൂപീകരണനായിട്ടുള്ള ഞങ്ങളുടെ എല്ലാം ആരാധനായ തത്വം അദ്ദേഹം രാഷ്ട്രീയ പാർട്ടിക്ക് തുടക്കം കുറിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് അണ്ണൻ നമ്മൾ നഷ്ടപ്പെടുന്നത്. ആ അണ്ണൻ്റെ വിയോഗം നല്ല രീതിയിൽ ഞങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയുണ്ടായി. അതിൽ ഈ പ്രവർത്തകരെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തകരെ എല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് ആ തത്വണ്ണൻ്റെ പേരും കൂടി ചേർത്തുകൊണ്ടാണ് അണ്ണാ ഡെമോക്രാറ്റിക് ഹ്യൂമൻ റൈറ്റ്സ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് 2019 രൂപം കൊടുക്കുകയും 2020 അതിൻ്റെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ച് ഇന്ന് കേരളത്തിൽ രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയിൽ ദളിത് വിഭാഗത്തിൻ്റെ ഇടയിൽ നിന്നും കേരളത്തിലുള്ള രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. തീർച്ചയായും ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ ശരിക്കും അവരിലേക്ക് ഇറങ്ങിച്ചെന്നാൽ തീർച്ചയായും ആ ജനതയെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന വ്യക്തമായ ബോധ്യം ഞങ്ങൾക്കുണ്ട്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ സാർ പറഞ്ഞതുപോലെ ഒരു സാംസ്കാരികത എന്ന് പറയുന്നൊരു കാര്യം ഈ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ്. കാര്യം നമ്മൾ പല സാംസ്കാരിക അടിമത്തത്തിലൂടെ പോയവരാണ്, പല സംസ്കാരത്തിൻ്റെ ഭാഗമായി ഇന്ന് ജീവിക്കുന്നവരാണ്. അപ്പോൾ തദ്ദേശീയ ജനത എന്ന രീതിയിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കർ പോലും കാണിച്ചു തന്ന വഴി ബുദ്ധിസം എന്ന് പറയുന്ന അല്ലെങ്കിൽ തദ്ദേശീയ ബുദ്ധിമതമാണ് നമ്മുടെ സാംസ്കാരിക അടിത്തറയെന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നിട്ടുകൂടിയാണ് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബുദ്ധ സംസ്കാരത്തെയും ബുദ്ധ ഐഡിയോളജിയെയും കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഒരു സാംസ്കാരിക അടിത്തറയും കൂടി രൂപപ്പെടുത്തിക്കൊണ്ടാണ്
ആരാധനായ തത്വമാണ് ഈ മൂവ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഒരു അടിത്തറ രൂപപ്പെടുത്തിക്കൊണ്ടാണ് ഈ രാഷ്ട്രീയ മൂവ്മെൻറ്റ് കേരളത്തിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, വലിയൊരു മാറ്റം കേരള ദളിത് ആദിവാസി മേഖലയിൽ അല്ലെങ്കിൽ പിന്നോക്ക ജനസമൂഹത്തിൻ്റെ ഇടയിൽ കണ്ടെത്താൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ആദ്യ ചോദ്യത്തിൽ ചോദിച്ചതുപോലെ തന്നെ തദ്ദേശീയ ജനതയുടെ ഒരു സാംസ്കാരികവും സാമൂഹികവും രാഷ്ട്രീയവുമായ ഐഡൻറ്റിറ്റി ശേഷം സ്വത്വം സ്ഥാപിച്ചെടുക്കുന്നതിൽ DHRM മൂവ്മെൻറ്റ് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് അറിയേണ്ടത് ഇതിൻ്റെ ഒരു ആശയധാര എങ്ങനെയാണ്. അതായത് ഇപ്പോൾ അംബേദ്കറിസമാണോ ഈ അണ്ണാ DHRM പാർട്ടി ഒരു ആശയധാരയായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്, അതോ മറ്റേതെങ്കിലും ആശയങ്ങളാണോ എന്നുള്ളതാണ് ഒരു വ്യക്തത വരുത്തേണ്ടത്. ഇപ്പോൾ ഈ ഡോക്ടർ അംബേദ്കറൈറ്റ് ആശയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് ഭരണഘടനയെയും ജനാധിപത്യത്തെയും പ്രൊമോട്ട് ചെയ്യുന്ന ആ ഒരു മൂവ്മെൻറ്റാണ്. അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഇൻക്ലൂസീവ് മൂവ്മെൻറ്റാണ്. അത് കേവലം ഒരു ദളിത് വിഭാഗങ്ങളെയും ആദിവാസി വിഭാഗങ്ങളെ അല്ല റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് ഇന്ത്യക്കാരെ മുഴുവൻ റെപ്രസെൻ്റ് ചെയ്യുന്ന, ഇന്ത്യക്കാരെ എല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സാണ്. ആരെയും അതിൽ നിന്ന് അംബേദ്കറിസം ഒഴിവാക്കുന്നില്ല. അപ്പോൾ ആ നിലയിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഒരു എന്താ പറയുന്നത്, ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് ആണോ അണ്ണാ DHRM മുന്നോട്ട് വയ്ക്കുന്നത്? അത് ദളിതരുടെ മാത്രം ഒരു ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ ഒരു മൂവ്മെൻറ്റ് ആയിട്ട് ചുരുങ്ങുകയാണ് എന്നുള്ളതാണ്. അതങ്ങനെയല്ല. അണ്ണാ DHRM പാർട്ടിയുടെ തത്വസംഹിത തന്നെ നമ്മൾ വെച്ചിരിക്കുന്നത് സാമൂഹ്യ ജനാധിപത്യം സാധാരണക്കാരിലൂടെ എന്ന ക്യാപ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. കാര്യം ഒന്ന്, ഈ ഇന്നത്തെ ഇന്ത്യയായി മാറ്റപ്പെട്ടതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ഇന്നത്തെ ജനാധിപത്യ ഭരണമാണ്. ആ ഭരണത്തെ രൂപപ്പെടുത്തി കൊണ്ടുവന്ന ഡോക്ടർ ബാബാസാഹേബ് അംബേദ്കർ അദ്ദേഹത്തിനെ മറികടന്നുകൊണ്ട് ഈ രാജ്യത്തോ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഒരു മൂവ്മെൻറ്റുകൾക്കോ മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ അംബേദ്കറിസം എന്ന് പറയുന്ന ആശയധാരയിൽ നിന്നുകൊണ്ട് തന്നെയാണ് അണ്ണാ DHRM പാർട്ടിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഭരണഘടനയും അതോടൊപ്പം തന്നെ ജനാധിപത്യപരമായിട്ടുള്ള മുന്നേറ്റങ്ങളുമാണ് ഞങ്ങളുടെ താത്വികമായിട്ടുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ തത്വസംഹിത എന്ന് തന്നെ പറയുന്നത് അംബേദ്കറിസം തന്നെയാണ്. അവിടെ ഈ സമൂഹത്തെ അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ നടക്കുന്ന മുന്നേറ്റങ്ങളിൽ കൂടുതലും സമരങ്ങളാണ് മുന്നോട്ട് വരുന്നത്. അപ്പം ലോകത്ത് തന്നെ നോക്കിയാൽ ഒന്നിൽ സമരങ്ങളിലൂടെയോ അതല്ലെങ്കിൽ വിപ്ലവങ്ങളിലൂടെയാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. എന്ന് വെച്ചാൽ രക്തരൂഷിതമായിട്ടുള്ള വിപ്ലവങ്ങളിലൂടെ, സായുധ വിപ്ലവങ്ങളിലൂടെ. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി ഒരു ജനവിഭാഗത്തെ അറിവ് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ജനതയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ സമരം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സായുധ വിപ്ലവം നടത്തിയിട്ടില്ല. മറിച്ച് അറിവ് കൊടുത്തുകൊണ്ട് ഒരു സാധാരണ ജനവിഭാഗത്തെ കേരളത്തിൽ ലോകത്തിൽ തന്നെ നോക്കിയാൽ കൂട്ടി യോജിപ്പിച്ചിട്ടുള്ളത് DHRM എന്ന് പറയുന്ന ഇതിൻ്റെ സ്ഥാപകനായിട്ടുള്ള തത്വണ്ണൻ്റെ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയത്തിലൂടെയാണ്. അതുകൊണ്ട് തന്നെ നിലനിൽക്കുന്ന ഭരണഘടനയെ ഞങ്ങളുടെ തത്വമായി ചേർത്തുകൊണ്ടും അതോടൊപ്പം തന്നെ സാധാരണ ജനവിഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിൻ്റെ മൂല്യങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടും അവരെ മുന്നോട്ട് കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയം തന്നെയാണ് നമ്മൾ വയ്ക്കുന്നത്. അവിടെ ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാവരുടെയാണ്. അതിനെ ഒരു മാർജിനലൈസ് ചെയ്ത ഒരു വിഭാഗത്തെ മാത്രം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. അപ്പോൾ തീർച്ചയായും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ എല്ലാ മർദ്ദിത ജനവിഭാഗങ്ങളെയും കൂട്ടി യോജിപ്പിച്ച് തന്നെ, എല്ലാ വിഭാഗത്തിൻ്റെ ഇടയിലും ഈ മർദ്ദിത ജനങ്ങളുണ്ട്. അപ്പോൾ ആ ജനങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ പട്ടികജാതി പട്ടികവർഗ മർദ്ദിത ജനവിഭാഗങ്ങൾ മുൻതൂക്കം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിലാണ് നിലകൊള്ളുന്നത്. ഞാൻ ഒരു സമകാലിക പൊളിറ്റിക്സിലേക്ക് വരികയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അണ്ണാ DHRM പാർട്ടി ഈ നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കുന്നില്ല. അതോടൊപ്പം തന്നെ കേരളത്തിൽ UDFനെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് കാരണത്താലാണ് ഈ UDFനെ പിന്തുണയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇവിടെ LDF ഭരിക്കുന്നത്. അപ്പോൾ LDFൻ്റെ മുന്നിലോട്ട് ഒരു
ഒരു കുറ്റപത്രം സമർപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും LDFിൻ്റെ ഭരണത്തിൽ തൃപ്തിയില്ലാത്തത് കൊണ്ടാണല്ലോ നമ്മൾ UDFിനെ ഒരു ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പം LDFിൻ്റെ ഭരണത്തിന് അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. അല്ലെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിലോ അല്ലെങ്കിൽ SC വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കുന്നതിലോ വീഴ്ച സംഭവിച്ചു എന്നുള്ളൊരു ആരോപണം LDF നേരിടുന്നുണ്ട്. അപ്പോൾ LDFിനെതിരെ ഒരു കുറ്റപത്രം സമർപ്പിക്കേണ്ടി വന്നാൽ ഏതെല്ലാം കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ആ കുറ്റപത്രത്തിൽ ഉണ്ടാവുക? അല്ലെങ്കിൽ ഈ UDFിനെ സപ്പോർട്ട് ചെയ്യാനുള്ള വ്യക്തമായ കാരണം ഒന്ന് വ്യക്തമാക്കുക. കാര്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് തന്നെ, നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. എല്ലാവരെയും ഉൾക്കൊണ്ടുപോകുന്ന ഒരു രാജ്യത്ത് ഒരു സംഘപരിവാർ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ സംഘപരിവാർ ശക്തി ഈ രാജ്യത്തെ കടന്നു കയറുന്ന ഒരവസ്ഥയിലേക്ക് വന്നു, അല്ലെങ്കിൽ കാർന്നു നിന്ന അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു രാജ്യം വ്യാപകമാണ്. അപ്പോൾ സംഘപരിവാർ ശക്തികൾക്കെതിരെയുള്ള ദേശീയവ്യാപകമായിട്ടുള്ള ഒരു പ്രതിരോധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ നേതൃത്വത്തിൽ, അവർ നേതൃത്വം കൊടുക്കുന്ന UDF എന്ന് പറയുന്ന ഒരു മുന്നണിയുടെ നേതൃത്വത്തിലാണ്. അതുകൊണ്ട് തന്നെ സംഘപരിവാർ ശക്തികളെ ഈ രാജ്യത്ത് നിന്ന് തുടച്ചു മാറ്റണമെങ്കിൽ അംബേദ്കറിസം ഉൾപ്പെടെ ഉൾക്കൊള്ളു നിൽക്കുന്ന പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മൾ ഓരോ ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ രാജ്യത്ത് നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി, അവരുടെ ഈ പറഞ്ഞ ശക്തിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി തീർച്ചയായും UDFിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടണം, അല്ലെങ്കിൽ UDFിന് പിന്തുണ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് പാർട്ടി തീരുമാനിച്ചത്. അതിൽ ഒരു കാര്യം കൂടി, ഈ സംഘപരിവാർ ശക്തികൾക്ക് കേരളത്തിൽ വേരോട്ടം ചെയ്തു കൊടുക്കാൻ ഒരു ബി ടീമായിട്ടാണ് ഇവിടുത്തെ CPM അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നതെന്ന് ഉള്ളത് പച്ചയായ സത്യമാണ്. പക്ഷെ അവർ അതിനെ നിഷേധിക്കുന്നുണ്ട്. പക്ഷേ എല്ലാ മേഖലകളിലും നമുക്ക് മനസ്സിലാക്കാം CPM BJP ഡീൽ അത് വ്യക്തമാണ് ഉണ്ടെന്നാണ് വ്യക്തമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങൾ, CPMഉം അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, BJPയും തമ്മിൽ പല മേഖലയും ഡീലിംഗ് നടക്കുന്നുണ്ട്, പ്രകടമായ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ ഒരു രാജ്യത്തിൻ്റെ എല്ലാ സർവ്വ മേഖലയെയും പിടിച്ചടക്കിക്കൊണ്ട് ഭരണഘടനയെ പോലും മാറ്റണമെന്ന് പറയുന്ന ഒരു ദേശീയ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നൊരു പ്രസ്ഥാനത്തിന് കേരളത്തിൽ അതിന് ആക്കം കൊടുക്കുന്ന, അല്ലെങ്കിൽ കൂട്ടുനിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തെ വീണ്ടും അധികാരത്തിൽ എത്തിക്കുമ്പോൾ അതിൻ്റെ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ദളിത് ആദിവാസി വിഭാഗങ്ങൾ തന്നെയായിരിക്കും. കാര്യം അതിൻ്റെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞു പോയ 10 വർഷ കാലഘട്ടമായി കേരളം ഭരിച്ച, ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു മുന്നണി തുടർ ഭരണം നടത്തുന്നത്. 57 മുതൽ ഇങ്ങോട്ട് നമ്മൾ പരിശോധിച്ചാൽ ഒരിടത്ത് പോലും തുടർ ഭരണം ഉണ്ടായിട്ടില്ല. അത് മാറി മാറി ഭരിച്ചെടുത്തുകൊണ്ട് ആദ്യമായിട്ടൊരു തുടർ ഭരണം ഉണ്ടാകുമ്പോൾ ആ തുടർ ഭരണത്തിൽ നിന്നുകൊണ്ട് ഈ കേരളം ഭരിച്ച ഈ 10 വർഷം പിന്നിലോട്ട് ചിന്തിച്ചാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എന്ത് ചെയ്യുന്നു, ദയനീയമായ അവസ്ഥയിലേക്ക് അവരുടെ ജീവിതം കൊണ്ടെത്തിച്ചെന്നുള്ളതാണ് എല്ലാ മേഖലയിലും. അതിനൊന്ന് സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റും? തീർച്ചയായിട്ടും സ്പെസിഫൈ ചെയ്ത് പറയാൻ ഒരുപാട് കാര്യം. ഏതെല്ലാം മേഖലകളിലാണ് SC വിഭാഗങ്ങൾ പിന്തള്ളപ്പെട്ടു? തുടക്കം തന്നെ നോക്കിയാൽ നമുക്കറിയാം, ദളിതുകൾ അല്ലെങ്കിൽ ദളിത് ആദിവാസി സമൂഹത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ വശം ഭൂമിയാണ്. തീർച്ചയായും ആ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് ഒരു സ്റ്റേറ്റിലും നടക്കാത്ത തരത്തിലേക്കുള്ള ഭൂസമരങ്ങൾ ഏറ്റവും ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ് കേരളമാണ്. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റു സംസ്ഥാനങ്ങൾക്ക് പോലും മാതൃകയായ ഒരു ഗവൺമെൻറ് ആയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതായത് ഭൂപരിഷ്കരണം എന്ന് പറയുന്ന പുതിയ ബില്ല് കൊണ്ടുവന്ന് എല്ലാവരും ഭൂമിയുടെ വക്താക്കളാക്കി മാറ്റുന്നെന്ന് അവർ പ്രകസനം നടത്തിയതാണ്. ആ നടത്തിയ സ്റ്റേറ്റിൽ അതേ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനത്താണ് ഭൂസമരത്തിന് വേണ്ടി ഒരു സമൂഹം നിൽക്കുന്നത്. അപ്പോൾ സർക്കാർ പറയുന്ന മറുപടി ഇവിടെ ഭൂമി കൊടുക്കാനില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ജനവിഭാഗങ്ങൾക്ക് ജീവിക്കാനുള്ള, കയറി കിടക്കാനുള്ള, അല്ലെങ്കിൽ കുടുംബത്തോടെ സ്വൈര്യമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഭൂമി കൊടുക്കാൻ അവരില്ല എന്ന് പറയുന്നത്. പക്ഷെ അവിടെ നമ്മൾ ആലോചിക്കേണ്ടത്, അതായത് കേരളത്തിൽ ഭൂമി ഇല്ല എന്ന് പറയുമ്പോൾ രാജമാണിക്യൻ റിപ്പോർട്ട് പറയുന്നത് കേരളത്തിൽ 5 ലക്ഷം ഹെക്ടർ ഭൂമി കാലാവധി കഴിഞ്ഞ ഭൂമി ഇവിടെ ഉണ്ട്. ആ ഭൂമി നിലനിൽക്കെ തന്നെയാണ് സർക്കാർ പറയുന്നത് ഈ വിഭാഗത്തിന് ഭൂമി കൊടുക്കാനില്ല എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം കൂടി അതിനകത്ത് ചേർത്ത് പറയേണ്ടി വരും. കാര്യം വികസനം എല്ലാവരുടെയും ആവശ്യമാണ്. ആ വികസനത്തിൻ്റെ ഭാഗമായി നമ്മുടെ തൊട്ട് അടുത്ത ജില്ലയായ പത്തനംതിട്ട ജില്ലയിൽ എരുമേലി കേന്ദ്രീകരിച്ച് പത്തനംതിട്ട എരുമേലി എയർപോർട്ട് വരാൻ പോവുകയാണ്, ഇൻ്റർനാഷണൽ എയർപോർട്ട് വരാൻ പോവുകയാണ്. ആ എയർപോർട്ടിന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഭൂമി കൊടുക്കാൻ പറഞ്ഞപ്പോൾ സർക്കാർ 1000 ഏക്കർ ഭൂമി എന്ത് ചെയ്തു കൊടുത്തു. അതായത് ഒരു എയർപോർട്ടിന് വേണ്ട മിനിമം ഭൂമിയുടെ 3 ഇരട്ടി കൊടുത്തു. അത് കഴിഞ്ഞിട്ടും സർക്കാരിൻ്റെ 1000 ഏക്കർ ഭൂമിയിൽ കൊടുക്കാമെന്ന് കേന്ദ്ര സർക്കാരിന് ഉറപ്പ് കൊടുത്തിരിക്കുക. അപ്പോൾ ഇവിടെ മറ്റെല്ലാ കാര്യങ്ങൾക്കും ഭൂമി ഉണ്ട്, നിലവിലുണ്ട്.
പക്ഷേ സാധാരണക്കാരായ ഈ വിഭാഗത്തിന് ഭൂമി കൊടുക്കാൻ അവരില്ല. അതുകൊണ്ട് ഭൂമി എന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ഈ 10 വർഷത്തിനകത്ത് ഇതുവരെയായിട്ടും ഈ വിഭാഗത്തിൻ്റെ ഭൂമി പ്രശ്നത്തിന് ആത്യന്തികമായ ആദ്യത്തെ കാര്യം ഭൂമി പ്രശ്നത്തിന് ഇവർക്ക് പരിഹാരം കാണാൻ പറ്റിയിട്ടില്ല. ഒന്ന്. രണ്ട്, ഈ വിഭാഗത്തിൻ്റെ ഭൂമിയോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമാണ് വീടെന്ന് പറയുന്നത്. കാര്യം ഈ പറയുന്ന എല്ലാത്തിനെയും അതിജീവിക്കാൻ വന്ന് ജോലി ചെയ്താണെങ്കിലും അല്ലാതെയാണെങ്കിലും വന്ന് കിടക്കാൻ ഒരു കൂര വേണം. ആ വീടിന് വേണ്ടി കഴിഞ്ഞ 2016 വരെയും സർക്കാർ തനത് പട്ടികജാതി പട്ടികവർഗ SC ST ഫണ്ടിൽ നിന്നും ഈ വകുപ്പിലൂടെയായിരുന്നു നമുക്ക് എന്ത് ചെയ്യുന്നത്, വീടിന് വേണ്ടിയുള്ള ഫണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ആ ഫണ്ട് 2016 ആദ്യത്തെ പിണറായി സർക്കാർ വന്നപ്പോൾ തന്നെ ആ ഫണ്ട് നിർത്തിയിട്ട് ഈ ഫണ്ടിനെ ജനറൽ ഫണ്ടിനോടൊപ്പം ചേർത്ത് എല്ലാം കൂടി ക്ലബ് ചെയ്തിട്ട് ലൈഫ് മിഷൻ എന്ന് പറയുന്ന ഒരു ഓമന പേര് കൊടുത്തിട്ട് എല്ലാവരും ഒരുമിച്ച് ചേർത്തു. അതിൽ ഞങ്ങൾ എന്ത് ചെയ്തു, പാർട്ടിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ഓരോ പഞ്ചായത്തിലും ലൈഫ് മിഷൻ വരുന്നതിന് മുന്നേ എത്രമാത്രമായിരുന്നു വീട് കിട്ടിയിരുന്നെന്നും ലൈഫ് മിഷൻ വന്നതിന് ശേഷം എത്രമാത്രമാണ് ഈ പട്ടികജാതി വർഗ്ഗ വിഭാഗങ്ങൾക്ക് ഭൂമി കിട്ടിയതുമെന്ന് ഞങ്ങൾ ഒരു വിവരാവകാശം ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, അന്ന് 16 മുന്നേ വരെയും ഒരു പഞ്ചായത്തിൽ ഒരു 10 വീട് കിട്ടിയെടുത്ത് വർഷത്തിൽ ചിലപ്പോൾ 1, 2, 3 വീടുകളെ ആർക്ക് കിട്ടുന്നുള്ളൂ, ഈ വിഭാഗത്തിന് കിട്ടുന്നുള്ളൂ. എങ്കിൽ ഫണ്ട് അതിൽ നിന്നും അതേ ഫണ്ട് തന്നെ മറ്റുള്ളവരിലേക്കും പോയി. അപ്പോൾ വീടിന്റെ വിഷയത്തിൽ അല്ലെങ്കിൽ അവരുടെ ഭവന നിർമ്മാണ കാര്യത്തിൽ പോലും ഈ പറയുന്ന സർക്കാർ അവരുടെ ഫണ്ട് അട്ടിമറിക്കുകയാണ് ഉണ്ടായത്. ഇനി മൂന്നാമത്തെ കാര്യം, ഇപ്പോൾ LDF സർക്കാർ 5 ലക്ഷം വീടുകൾ കൊടുത്തിട്ടുണ്ടെന്നൊരു ക്ലെയിം വയ്ക്കുന്നുണ്ടല്ലോ, അത് ശരിയാണോ? അവർ ക്ലെയിം വയ്ക്കുന്നുണ്ട്. അവർ ഓരോന്നിനും എന്ത് ചെയ്യുന്നു, ഞങ്ങൾ ഇത്ര കൊടുത്തു എന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ ആത്യന്തികമായ രേഖകളോ ആത്യന്തികമായിട്ടുള്ള എന്ത് ചെയ്യുന്നു മറ്റു റിപ്പോർട്ടുകളോ സമർപ്പിക്കാൻ അവർ തയ്യാറല്ല. നമ്മളുടെ എന്ത് ചെയ്യുന്നു അറിവില്ല, അല്ലെങ്കിൽ നമ്മളുടെ അന്വേഷണത്തിലെ റിപ്പോർട്ടാണ് നമ്മൾ പറയുന്നത്. കൊല്ലം ജില്ലയിൽ മാത്രമാണ് നമ്മളിത് അന്വേഷിച്ചത്. അപ്പോൾ അത് ഇവിടെ നടന്നിട്ടുണ്ടെങ്കിൽ സംസ്ഥാന വ്യാപകമായി അങ്ങനെ തന്നെയായിരിക്കും നടക്കാൻ സാധ്യത. ഇനി 3, ഇവിടുത്തെ ഏതൊരു ജനവിഭാഗത്തിൻ്റെയും അടുത്ത തലമുറയാണ് അവരെ മുന്നോട്ട് നയിക്കപ്പെടേണ്ടത്. അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണ്, അല്ലെങ്കിൽ കുട്ടികളാണ് ആ ഭാവി, അല്ലെങ്കിൽ ആ സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിടയിൽ നിന്നുള്ള നമ്മുടെ പ്രൊഫഷണൽ കോഴ്സുകൾ അല്ലെങ്കിൽ ഉയർന്ന വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് കൊടുക്കേണ്ട സ്റ്റൈഫൻഡ്, അതല്ലെങ്കിൽ ഹോസ്റ്റൽ ഫീ ഉൾപ്പെടെ വരുന്ന പരീക്ഷ ഫീ ഉൾപ്പെടെയുള്ള ഗ്രാൻഡ്, ഈ ഗ്രാൻഡ് എന്ന് പറയുന്ന ഗ്രാൻഡ് കൊടുക്കാൻ 3.5 വർഷക്കാലമായിട്ട് കൊടുക്കുന്നില്ല. അത് കൊടുക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ ഉയർന്ന വിദ്യാഭ്യാസം ചെയ്യുന്ന നമ്മുടെ കുട്ടികൾ ഇന്ന് പാതിവഴിയിൽ പരീക്ഷ പോലും എഴുതാതെ അവരുടെ വീടുകളിൽ തിരിച്ചു വന്നിട്ടുണ്ട്. കൊഴിഞ്ഞുപോക്ക് കൂടുതലായി. അവിടെയും സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതുമാത്രമല്ല, അതിൽ നിന്നും ഭയാനകരമായ ഒരു കാര്യമുണ്ട്. തിരുവനന്തപുരം മണ്ണന്തലയിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള IAS കോച്ചിൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ സർക്കാർ വന്നതിന് ശേഷമാണ് അത് പൂട്ടിയത്. അപ്പോൾ ഈ വിഭാഗത്തിൽ നിന്നും ഇന്ത്യയിലെ പരമോന്നതമായിട്ടുള്ള പദവി വഹിക്കുന്ന IAS പോലെയുള്ള തലങ്ങളിലേക്ക് ഈ വിഭാഗത്തിൻ്റെ കുട്ടികൾ എത്തണ്ട എന്നാണോ ഈ സർക്കാർ തീരുമാനിക്കുന്നത്? അപ്പോൾ അവർക്ക് കോച്ചിങ് കൊടുക്കേണ്ട ഒരു സെൻറ്റർ പോലും പൂട്ടിയിട്ട് അതിന് വ്യക്തമായ മറുപടി പറയാൻ ഈ സർക്കാരിന് പറ്റുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കഠിനമായ തരത്തിൽ, ക്രൂരമായ തരത്തിലേക്ക് ഒരു ഭരണമാണ് പോയിട്ടുള്ളത്. മാത്രമല്ല, നമുക്കറിയാം ഈ കഴിഞ്ഞു പോയ 10 വർഷത്തിനകത്താണ് ദളിത് പീഡനങ്ങൾ അല്ലെങ്കിൽ ദളിത് ആദിവാസി പീഡനങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. കാര്യം നമുക്ക് ആദ്യമായിട്ടാണ് വടക്കേ ഇന്ത്യയിലേക്ക് കേട്ടുപരിചയമുള്ള പട്ടികജാതി വിഭാഗങ്ങളെ അല്ലെ പട്ടികവർഗ വിഭാഗങ്ങളെ തല്ലിക്കൊല്ലുന്നു എന്ന് വാർത്ത വടക്കേ ഇന്ത്യകളിലൊക്കെയാണ് നടക്കുന്നതായി നമ്മൾ വാർത്തകളിലൂടെയും TV-യിലൂടെയും പത്രങ്ങളിലൂടെയും കണ്ടിട്ടുള്ളത്. പക്ഷെ അത് കേരളത്തിൽ സംഭവിച്ചത് ഈ 10 വർഷത്തിനിടയ്ക്കാണ്. അട്ടപ്പാടി മധു എന്ന് പറയുന്ന നമ്മുടെ സഹോദരനെ കൊല്ലുമ്പോൾ ഒരു മനുഷ്യനെ എന്ത് ചെയ്യുന്നു, മോഷണത്തിന്റെ പേര് പറഞ്ഞ് ഒരു കൂട്ടം ആൾക്കാർ തല്ലിക്കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് ഈ കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ഉണ്ടായത്. അതേപോലെ തന്നെയാണ് 2 പിഞ്ചു കുട്ടികൾ, വാളയാറുള്ള 2 കുഞ്ഞു കുട്ടികളെ ബലാത്സംഗം ചെയ്ത് കെട്ടിത്തൂക്കിയതും ഈ 10 വർഷത്തിനകത്താണ് നടന്നിട്ടുള്ളത്. വിനായകൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരൻ മുടി നീട്ടി വളർത്തിയതിന്റെ പേരിൽ തൃശ്ശൂരുള്ള അദ്ദേഹത്തിന്, ഏങ്ങണ്ടിയൂരുള്ള അദ്ദേഹത്തെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചു. ആ മർദ്ദനത്തിൽ മനംനൊന്ത് വീട്ടിൽ വന്ന ആ മനുഷ്യൻ അല്ലെങ്കിൽ ആ പയ്യൻ, ആ യുവാവ് തൂങ്ങി മരിക്കാനുണ്ടായത്. അതിൽ നിന്നും ഓരോന്ന് എടുത്തു പറയുമ്പോൾ അവസാന ഘട്ടത്തിൽ നിൽക്കുന്ന തിരുവനന്തപുരത്തെ ബിന്ദു എന്ന് പറയുന്ന നമ്മുടെ സഹോദരിയെ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് മാല മോഷ്ടിച്ചു എന്ന ആരോപണത്തിന്റെ പേരിൽ അവരെ സ്റ്റേഷനിൽ കൊണ്ട് ഒരു ദിവസം പ്രതി എന്ന രീതിയിലേക്ക് അവർ നിർത്തുകയും പച്ചവെള്ളം പോലും കൊടുക്കാതെ എന്ത് ചെയ്തു, അവരെ ക്രൂരമായി പോലീസ് വേട്ടയാടി. അപ്പോൾ ഈ പോലീസ് എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയനാണ്. അപ്പോൾ ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്ന ഒരു വകുപ്പിനകത്ത് പോലും ഈ വിഭാഗത്തിന്
സുരക്ഷിതത്വമില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഈ സർക്കാർ ആരെ സംരക്ഷിച്ചെന്ന് നമ്മൾ പറയേണ്ടത്? ആർക്ക് വേണ്ടിയാണ് നിലകൊണ്ടതെന്ന് നമുക്ക് പറയേണ്ടത്? ഈ നമ്മുടെ ഇടത് സർക്കാരിനെ സംബന്ധിച്ച് ഒരു ഏറ്റവും വലിയൊരു ആക്ഷേപമായിട്ട് പറയുന്നത് ഒരു വലതുവൽക്കരിക്കപ്പെട്ട ഇടത് എന്നുള്ളതാണ് വലിയൊരു ആക്ഷേപം. അതായത് ഈ സർക്കാർ ആരെയാണോ പരിഗണിക്കേണ്ടത് അവരെ പരിഗണിക്കാതിരിക്കുകയും എന്നാൽ ഈ ഒരു വികസനത്തിലുടനീളം ഒരു പ്രയോറിറ്റി ഇല്ലാത്ത ഒരവസ്ഥയുണ്ട്. ഇപ്പോൾ തന്നെ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വികസനത്തിൽ ഒരു ഇത് ഇരട്ട നീതിയും ഇരട്ട വികസനവും ഒരു ഈ സർക്കാരിൻ്റെ ഒരു മുഖമുദ്രയായിട്ട് നമുക്ക് എവിടെയും ഫീൽ ചെയ്യുന്നതാണ്. ഇപ്പോൾ തന്നെ ഭൂമി ഇവിടെ ഇല്ലാത്തതല്ല, ഭൂമി കൊടുക്കാത്തതാണ്. ഇപ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെട്രോ റെയിൽ, മോണോ റെയിൽ, കണ്ടെയ്നർ ടെർമിനൽ, വിഴിഞ്ഞം പ്രോജക്റ്റ്, റോഡുകൾ, പാലങ്ങൾ, സ്റ്റേഡിയങ്ങൾ, ഹോസ്പിറ്റലുകൾ ഇങ്ങനെയുള്ളത് മാത്രമാണ്. ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് മാത്രമാണ്. നേരെ മറിച്ച് ഈ ഇവിടുത്തെ ഭൂരഹിതരായ കുടുംബങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് ലക്ഷങ്ങളാണ്. 3.5-4 ലക്ഷം കുടുംബങ്ങൾ ഇപ്പോഴും ഭൂരഹിതരായിട്ട് നിൽക്കുകയാണ്. ഒരു മണ്ണിൽ ചവിട്ടി നിൽക്കാനായിട്ട് ഒരു കുടുംബത്തിന് കഴിയുക എന്ന് പറയുന്നത് ആ കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മാത്രമല്ല ഈ വികസനത്തിൻ്റെ ഒരു അടിസ്ഥാന ഘടകമായിട്ട് നമ്മൾ എണ്ണുന്നത് ഭൂമിയാണ്. അപ്പം ഭൂമി, വിദ്യാഭ്യാസം, തൊഴിൽ, വഴി, വെളിച്ചം തുടങ്ങിയ സർവ്വ മേഖലകളിലും ഒരു പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു സമീപനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇല്ല. അപ്പോൾ എല്ലാറ്റിനും പണമുണ്ട്. നേരെ മറിച്ച് ഈ പാർശ്വവൽകൃത വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ വികസനത്തിൽ നിന്ന് പല നിലയിൽ പുറന്തള്ളപ്പെടുന്ന ജനങ്ങളെ ചേർത്ത് പിടിക്കുന്നതിൽ സർക്കാർ നിരന്തരം പരാജയപ്പെടുന്നു എന്നുള്ളൊരു ആരോപണം SC വിഭാഗങ്ങളിൽ പ്രബലമായിട്ടുണ്ട്. ഇപ്പോൾ 90% SC സംഘടനകളും നേതാക്കളും ഇടതുവിരുദ്ധമായിട്ട് സംസാരിക്കുന്നതിൻ്റെ കാരണം അത് വലതുപക്ഷത്തോടുള്ള ഒരു സ്നേഹം കൊണ്ടല്ല. അതായത് ഈ 10 കൊല്ലത്തിലുടനീളം SC വിഭാഗങ്ങൾ പൂർണ്ണമായിട്ടും ഭരണത്തിൽ പുറന്തള്ളപ്പെട്ടു എന്ന് ആണ് പൊതുവിൽ വിലയിരുത്തുന്നത്. അല്ലേ? ഇപ്പം സാറ് പറഞ്ഞത് 100% ശരിയാണ്. ഒരു ഇരട്ട നീതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർ എന്തുകൊണ്ടാണ് ഈ വിഭാഗത്തിനെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം ഞങ്ങൾ മനസ്സിലാക്കുന്നത്, കാര്യം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഒന്നും കൊടുത്തില്ലെങ്കിലും അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിലും ഇവരുടെ വോട്ട് ഞങ്ങൾക്ക് തന്നെ കിട്ടും എന്ന ഒരു അടിയുറച്ച വിശ്വാസം ഇവരിലുണ്ട്. ശരിയാണ്. ആ വിശ്വാസത്തിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്ന ജനവിഭാഗത്തെ അവർ തിരിഞ്ഞു നോക്കാത്തത്. കാര്യം നമുക്കറിയാവുന്നൊരു കാര്യം, ഇവിടെ വോട്ട് ഒരിക്കലും മാറ്റി ചെയ്യുന്നത്, അതായത് ഒന്ന് കേരളത്തിലെ ഒരു 80% വരുന്ന പട്ടികജാതി വർഗ വിഭാഗങ്ങൾ അടിസ്ഥാനപരമായി മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ബാങ്കായി നിൽക്കുന്നതാണ്. അപ്പോൾ ആ വന്ന ഒരു ജനതയ്ക്ക് അതിൽ നിന്ന് മാറി ചിന്തിക്കുന്നത് പോലും എന്തോ പാപമാണെന്നാണ് അവരുടെ മനസ്സിൽ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ആ പാപമായിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, കണ്ടുകൊണ്ട് അവർ വോട്ട് അവർക്ക് തന്നെയാണ് മാറി ചെയ്യുമ്പോഴാണ് മാറ്റം ഉണ്ടാവും. പക്ഷേ ഈ വോട്ട് മാറ്റാൻ ഇവർ തയ്യാറല്ല. ആ തയ്യാറല്ലാത്തത് കൊണ്ട് പാർട്ടിക്ക് വ്യക്തമായ ബോധ്യമുണ്ട് അവർക്കൊന്നും കൊടുത്തില്ലെങ്കിലും നമ്മുടെ പാർട്ടിക്ക് കിട്ടേണ്ട ഇവരുടെ വോട്ട് ചെയ്യാത്ത സമുദായത്തിന്റെ വോട്ട് പിടിക്കാനാണ് LDF ശ്രമിക്കുന്നത്. മുന്നോക്ക വിഭാഗങ്ങൾ 5% പോലും LDFന് വോട്ട് ചെയ്തില്ല. അപ്പോൾ EWS പോലെയുള്ള വലിയ അനീതികൾ നടപ്പിലാക്കിക്കൊണ്ട് ഈ മുന്നോക്ക വിഭാഗങ്ങളെ പ്രകടിപ്പിക്കുന്ന അപ്പീസ് ചെയ്യുന്ന ഒരു സമീപനമാണ് LDF സ്വീകരിക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വികസനത്തിൽ ഒരു പ്രയോറിറ്റി ഇല്ലാതിരിക്കുകയും എന്നാൽ ചേർത്ത് പിടിക്കേണ്ട സമുദായങ്ങളെ ചേർത്ത് പിടിക്കാതിരിക്കുകയും വിഭവ അധികാരങ്ങൾ കൊടുക്കുന്ന കാര്യങ്ങളിൽ SC വിഭാഗങ്ങളെ പൂർണ്ണമായും പുറന്തള്ളിക്കൊണ്ടാണ് ഈ സർക്കാർ പോകുന്നത്. അപ്പോൾ കേരളത്തിൽ വമ്പൻ വികസനം വരുന്നു, കേരളം വളരുകയും ഉയരുകയും ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് ഈ പാർശ്വവൽകൃത വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കാതെയാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു ആരോപണമാണ് യഥാർത്ഥത്തിൽ DHR പാർട്ടിയും ഉന്നയിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് വസ്തുതപരമായിട്ട് ശരിയാണെന്നുള്ള ബോധ്യത്തിലാണ് യഥാർത്ഥത്തിൽ ഈ UDFനെ പിന്തുണയ്ക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ആ ബോധ്യത്തിൽ നിന്ന് തന്നെയാണ്. കാര്യം ഇവിടെ ഒരു മാറ്റം ഉണ്ടാകണം. കാര്യം അതിൽ ഒന്നും കൂടി നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പം UDFന് പിന്തുണ കൊടുക്കുമ്പോഴും അവിടെ ഭാവിയിൽ ഈ വിഭാഗത്തിൻ്റെ ഇടയിൽ നിന്നും ഒരു രാഷ്ട്രീയ രൂപീകരണം ഉണ്ടാകണം. അത് നിലവിൽ ഇപ്പോൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. എങ്കിൽ തന്നെയും എന്ത് ചെയ്യുന്നു, ഭാവിയിൽ അത് ശക്തമായ രീതിയിൽ ഒരു മുന്നണി സംവിധാനത്തിലേക്ക് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിടയിലുള്ള മൂവ്മെൻറ്റുകൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു വോട്ട് ബാങ്കായി മാറുന്ന ഘട്ടത്തിൽ മാത്രമേ ഈ വിഭാഗ സംവിധാനം വീതം വെക്കലിൽ നമ്മളും ഉണ്ടാവും.
അതിന് ഒരു തുടക്കമല്ല, അതിൻ്റെ ഒരു ഭാഗം എന്ന രീതിയിൽ അത് കേരളം തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് ശക്തമായി ഇവിടുത്തെ മറ്റ് മൂവ്മെൻറ്റുകളെല്ലാം തന്നെ അതുപോലെ അവരുടെ അംഗങ്ങളെയും അവർ ഇടപെടുന്ന മേഖലകളിലും ഈ വിഭാഗത്തെ ബോധവൽക്കരിപ്പിച്ചേ പറ്റുകയുള്ളൂ. അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവന്നെങ്കിലേ പറ്റുകയുള്ളൂ. ആ കൊണ്ടുവരുന്നതിലൂടെ തീർച്ചയായും ഈ പറഞ്ഞ എല്ലാ കാര്യത്തിലും നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. ഒന്ന് കൂട്ടി ചേർത്ത് പറയാൻ പറ്റും. കാര്യം അധികാരത്തിൻ്റെ പങ്കാളിത്തം, അതായത് ഭരണഘടന അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, കൂടുതലുള്ള ആൾക്കാരുടെ മാത്രമല്ല, ജനാധിപത്യം എല്ലാവരുടെയാണ്, എല്ലാവരുടെയും. അതിനും അപ്പുറം ഇപ്പൊ പറയുന്നതാണ് ഭൂരിപക്ഷം ആൾക്കാരുടെയാണ് ജനാധിപത്യത്തിന്റെ അധികാരം എന്ന് പറയുന്നത്. അവസര സമത്വമാണ്. അപ്പൊ അവിടെ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ന്യൂനപക്ഷങ്ങളെയും കൂട്ടിച്ചേർക്കുന്നതാണ് ജനാധിപത്യം, അവരെയും കൂടി സംരക്ഷിക്കുന്നതാണ് ജനാധിപത്യം. ആ ജനാധിപത്യ പ്രക്രിയയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുമിച്ച് ചേർന്ന ഒരു രാഷ്ട്രീയ രൂപീകരണം ഉണ്ടാകുമ്പോൾ തീർച്ചയായും നമ്മളെപ്പോലെ രാഷ്ട്രീയ അധികാര പങ്കാളിത്തമുള്ള, ഭരണഘടനമായ അധികാര പങ്കാളിത്തമുള്ള ഒരു ജനത വേറെയില്ല. കാരണം റിസർവേഷനിലൂടെ 16 MLA ഇവിടെ ഉണ്ട്. അത് ആ 16 MLA പറയുന്നത് നിലവിലെ മറ്റ് മുന്നണികളുടെ പാർട്ടികളുടെ വക്താക്കളായി വരുന്നത് കൊണ്ടാണ് അവർക്ക് അവിടെ നിയമസഭയിലോ അല്ലെങ്കിൽ മറ്റ് മേഖലകളിലോ ഈ വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ പറയാൻ പറ്റാതെ പോകുന്നത്. പക്ഷേ ഈ വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ പറയുന്ന ആൾക്കാരായിട്ടാണ് അവരവിടെ എത്തുന്നതെങ്കിൽ തീർച്ചയായും മുന്നണി സംവിധാനത്തിൽ ഏറ്റവും ശക്തമായ ഒരു മുന്നണിയായിട്ട് 16 MLA ഒരു പ്രസ്ഥാനത്തിന് മാറാൻ പറ്റിയില്ലേ? അവിടെ തീർച്ചയായും നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ എല്ലാ വിഭവ സമ്പത്തുകളും മറ്റുള്ളവർക്ക് കിട്ടുന്നതോടൊപ്പം നമുക്ക് വീതം വെച്ചെടുത്തൂടെ? അപ്പോൾ അതിനുവേണ്ടി കേരളത്തിലെ മൂവ്മെൻറ്റുകൾ, കേരളത്തിലെ പ്രസ്ഥാനങ്ങൾ, മൂവ്മെൻറ്റുകൾ തയ്യാറാവുന്നിടത്താണ് ഇവിടെ ഒരു മാറ്റം രൂപപ്പെടുന്നത്. അല്ലാതെ നമ്മൾ മറ്റുള്ളവർ തരുന്നില്ല എന്ന് പറയുന്നതോടൊപ്പം തന്നെ അതിനെ വാങ്ങിയെടുക്കാൻ അല്ലെങ്കിൽ അത് നമ്മളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനവും കൂടി നമ്മൾ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഒരു ഡോക്ടർ അംബേദ്കറുടെ ഒരു ആശയമുണ്ട്. അതായത് സാമൂഹികമായി വേർതിരിക്കപ്പെട്ടവർ രാഷ്ട്രീയമായും വേർതിരിക്കപ്പെടണം. അതായത് പാർലമെൻറ്റ് ജനാധിപത്യത്തിൽ രാഷ്ട്രീയ അധികാരത്തിലൂടെയാണ് നമ്മൾ മോചനം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സമൂഹത്തിന് ഉണ്ടാകുന്നത്. അപ്പോൾ ജനറൽ സെക്രട്ടറി നേരത്തെ പറഞ്ഞൊരു കാര്യത്തിലൂടെ എനിക്ക് യോജിപ്പുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ ഈ SC വിഭാഗങ്ങൾ അൺകണ്ടീഷണലിയാണ് വോട്ട് ചെയ്യുന്നത്, ഉപാധിരഹിതമായിട്ടാണ് വോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 80% ദളിതർ കഴിഞ്ഞ 70 കൊല്ലമായിട്ട് LDF വോട്ട് ചെയ്യുകയാണ്. അത് ഉപാധിരഹിതമായിട്ടാണ് വോട്ട് ചെയ്യുന്നത്. അവർ വീടിനോ തൊഴിലിനോ വിദ്യാഭ്യാസത്തിനോ വിഭവ അധികാരങ്ങൾ പങ്കാളിത്തത്തിനോ തുല്യനിധിക്കോ തുല്യ അവസരത്തിനോ ഒന്നും വേണ്ടിയല്ല അവർ വോട്ട് ചെയ്യുന്നത്. കണ്ടീഷണലി വോട്ട് കൊടുക്കുകയാണ്. അതായത് വോട്ടിൻ്റെ മൂല്യം അവർക്കറിയില്ല, വോട്ട് വെറുതെ അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് ജനറൽ സെക്രട്ടറി ചോദിക്കാനുള്ളത്, ഈ UDF കണ്ടീഷണലിലാണ് നിങ്ങൾ വോട്ട് കൊടുക്കുന്നത്. എന്തെങ്കിലും ഉറപ്പ് UDF നിന്ന് കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ UDF പൂർണ്ണമായിട്ടും LDF നിന്ന് വ്യത്യസ്തമായിട്ട് പട്ടിക വിഭാഗങ്ങളെ ചേർത്ത് പിടിക്കും അല്ലെങ്കിൽ പരിഗണിക്കും, അല്ലെങ്കിൽ അവരുടെ വികസന സങ്കല്പത്തിൽ ഒരു പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഭൂമി, വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉറപ്പ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ? DHR പാർട്ടിക്ക് നൽകിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ UDF ഒരു പിന്തുണ കൊടുക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ വിഷയങ്ങൾ പറഞ്ഞു തന്നെയാണ് നമ്മൾ പിന്തുണയുടെ ഭാഗമായിട്ട് പ്രതീക്ഷിതമായിട്ട് സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞുപോയ ഭരണത്തിലും അതോടൊപ്പം തന്നെ ഇനി വരുന്ന കാലഘട്ടങ്ങളിലും ഈ വിഭാഗത്തിനെ ചേർത്ത് പിടിക്കേണ്ട ആവശ്യകത എന്താണെന്ന് അവർക്കും ബോധ്യമുണ്ട്. കാര്യം രാജ്യവ്യാപകമായിട്ട് നമ്മൾ നോക്കിയാൽ വ്യക്തമായിട്ട് UDF എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ നിലപാട്, ഇപ്പോൾ പാർട്ടിയുടെ ദേശീയ കോർഡിനേറ്ററായിട്ട് നിൽക്കുന്നത് മറ്റാരുമല്ല, മല്ലികാർജ്ജുൻ ഖാർഗെ എന്ന് പറയുന്ന അദ്ദേഹത്തെയാണ് എന്ത് ചെയ്യുന്നത്, ദേശീയ പ്രസിഡന്റായിട്ട് നിർത്തിക്കൊണ്ട് ഒരു ദളിത് മേഖലയിൽ നിന്നുള്ള ഒരാളെയാണ് പാർട്ടിയുടെ കീ പോയിന്റ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ദളിതുകളെയും കൂടി ഉൾക്കൊണ്ട് മാത്രമേ കേരളത്തിൽ ഒരു മുന്നേറ്റം ചെയ്യാൻ പറ്റൂ എന്ന് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമെന്ന രീതിയിൽ സംസ്ഥാന വ്യാപകമായി എല്ലാ മേഖലകളിലും എല്ലാ സംസ്ഥാനങ്ങളിലും ഈ വിഭാഗത്തിനെയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെയായിരിക്കണം ഇനി അങ്ങോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്ന ബോധ്യത്തിലേക്ക് അവരെത്തിയിട്ടുണ്ട്. എങ്കിൽ കഴിഞ്ഞുപോയ കാലഘട്ടങ്ങൾ അങ്ങനെയല്ല, അത് നമുക്ക് ബോധ്യമുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ഉപാധി ഇല്ലാതെ തന്നെ ഒന്നീ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിന് അല്ലെങ്കിൽ BJPക്ക് നിന്നിടത്ത് നിന്ന് മാറി ഇവരെയും കൂടി പരിഗണിച്ചേ പറ്റൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവർ വന്നിട്ടുണ്ട്. ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് വ്യക്തമായി നമ്മുടെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ വിഭാഗത്തിൻ്റെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ വിഷയങ്ങൾ അധികാരത്തിൽ വന്നാൽ തീർച്ചയായും ചെയ്തു തരും എന്ന ഉറപ്പിൽ മേൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു പിന്തുണ കൊടുത്തിരിക്കുന്നത്. ഓക്കെ സാർ, നമ്മുടെ ഇപ്പോൾ DHR പാർട്ടി മാത്രമല്ല, ഒരു 90%-ലേറെ വരുന്ന, ഒരുപക്ഷെ 100% എന്ന് പറയാൻ കഴിയും, PKSനെയൊക്കെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ 100% പട്ടികജാതി സംഘടനകളും
LDFന് വിരുദ്ധമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നതാണ്. കൃത്യമായിട്ട് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു UDF നിലപാടാണ് ഈ സംഘടനകളും നേതാക്കളും എഴുത്തുകാരും പ്രഭാഷകരും അക്കാദമീഷ്യന്മാരും ആക്ടിവിസ്റ്റുകളും ഒക്കെ സ്വീകരിക്കുന്നത്. അതിനെ പൊതുസമൂഹം പല നിലയിൽ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഇങ്ങനെ UDFനെ ബ്ലൈൻഡായിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ എന്തോ പിഴവുള്ളത് പോലെയായിട്ടാണ് പറയുന്നത്. പക്ഷേ ജനറൽ സെക്രട്ടറിയുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അതിലൊരു സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം കൂടി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇന്ന് വരുന്ന ഇലക്ഷനിൽ ഒരു സവിശേഷമായൊരു ഇലക്ഷനാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ പണ്ട് കേരളത്തിലെ ഒരു ഇലക്ഷൻ പോരാട്ടം എന്ന് പറയുന്നത് ബൈപോളാർ സിസ്റ്റമായിരുന്നു. ബൈപോളാർ, അതായത് ഇടത് വലത് കക്ഷികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നതായിരുന്നു. ഇപ്പോൾ ഒരു മൂന്നാം കക്ഷി കടന്നു വന്നിരിക്കുന്നു. അപ്പം ഈ ബൈപോളാർ സിസ്റ്റം ഏറെക്കുറെ കേരളത്തിൻ്റെ വികസനത്തെ സഹായിച്ചിട്ടുണ്ട്. പക്ഷെ തുടർഭരണം അപകടകരമാണ് എന്നാണ് എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും നിരീക്ഷിക്കുന്നത്. അത് ഇടത് വലത് വ്യത്യാസമില്ലാതെ എല്ലാവരും നിരീക്ഷിക്കുന്നത് അങ്ങനെയാണ്. തുടർഭരണം അപകടകരമാണ്. അതിന് ഉദാഹരണം ബംഗാൾ തന്നെ. ബംഗാളിൽ 34 കൊല്ലം തുടർച്ചയായിട്ട് ഭരിച്ചൊരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ ഈവൻ എ സിംഗിൾ MLA അവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയിൽ ഇവിടെ LDFും UDFും കടുത്ത ഭീഷണിയാണ് സംഘപരിവാറിൽ നിന്ന് നേരിടുന്നത്. അപ്പോൾ സംഘപരിവാറിന് കേരളത്തിൽ ഇടം കൊടുക്കുക എന്ന് പറയുന്നത് LDFനെ UDFനെ സംബന്ധിച്ച് ആത്മഹത്യാകരമാണ്. അതായത് ഒരു വട്ടം കൂടി LDFന് അവസരം കൊടുക്കുകയാണെങ്കിൽ LDFും ഇല്ലാതാകും, UDFും ഇല്ലാതാകും. പകരം ഭരണഘടനയോ ജനാധിപത്യ മൂല്യങ്ങളോ മാനിക്കാത്ത, അല്ലെങ്കിൽ അതിനെ ഒരു രീതിയിലും പ്രൊമോട്ട് ചെയ്യാത്ത, എല്ലാ വിഭാഗ ജനങ്ങളെ ഉൾക്കൊള്ളാത്ത ഒരു സവർണ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനായിരിക്കും ഇവിടെ നമ്മൾ അറിയാതെ വളമിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ നിലയിൽ UDF നിലപാട് സ്വീകരിക്കുന്നതിന്, ഈ സംഘടനകൾ സ്വീകരിക്കുന്നതിൽ, വിശേഷിച്ചും അണ്ണാഡിയാച്ചാരം പാർട്ടി ഒരു UDF നിലപാട് സ്വീകരിക്കുന്നതിൽ ഒരു സംഘപരിവാറിനെ അകറ്റി നിർത്തുക എന്നുള്ള രാഷ്ട്രീയം കൂടി അതിനകത്തുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണോ? തീർച്ചയായിട്ടും. കാര്യം സംഘപരിവാറിനെ അകറ്റി നിർത്തിയേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. കാര്യം ജനാധിപത്യത്തിന് മുന്നേ ഉണ്ടായിരുന്ന ഈ ഇന്ത്യ, അല്ലെങ്കിൽ ഈ ജനാധിപത്യ മൂല്യങ്ങൾ ഒന്നായി തരിപ്പണമായ അവസ്ഥ. അല്ല, ജനാധിപത്യത്തിന് മുന്നേ ഉണ്ടായിരുന്ന ഒരു ഇന്ത്യയെ നമുക്കറിയാം, നമ്മൾ പഠിച്ചവരാണ്. അതെ. അപ്പോൾ അതേ ശക്തികളാണ് ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ ജനാധിപത്യത്തെ മൊത്തത്തിൽ മാറ്റിക്കൊണ്ട് പഴയ ഒരു സംവിധാനത്തിലേക്ക് തിരികെ വരാൻ അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ അവസ്ഥ വന്നാൽ ഏറ്റവും കൂടുതൽ പീഡന സമൂഹമായി മാറ്റപ്പെടേണ്ടി വരുന്നത് മറ്റാരുമല്ല, ഇവിടുത്തെ അടിസ്ഥാന വിഭാഗങ്ങളായ നമ്മൾ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സംഘപരിവാർ ശക്തികളെ ഒഴിവാക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ കടന്നുകയറ്റം കേരളത്തിൽ, ദേശീയതലത്തിലായി കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിൽ അത് വന്നാൽ നമ്മൾ അനുഭവിക്കുന്ന പ്രത്യാഘാതങ്ങളെ മനസ്സിലാക്കുകയും അതിനെ തടയിടേണ്ട ആവശ്യകത നമ്മളെല്ലാവരുടെയാണ്. അതിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന UDFനെ നമ്മൾ പിന്തുണ കൊടുത്തിരിക്കുന്നത്. ഇനി സംഘപരിവാർ ശക്തികൾ എത്രമാത്രം നമ്മുടെ കോളനികളെ കാർന്നു തിന്നുന്നു എന്നുള്ളൊരു കാര്യം ഉണ്ട്. അപ്പോൾ അതും കൂടി ഇതിനോടൊപ്പം തന്നെ ചേർത്ത് പറയുന്നതായിരിക്കും നല്ലത്. കാര്യം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദളിത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആദിവാസി എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വത്വമാണ്. കാര്യം നമ്മളെന്ന് പറയുന്ന വാക്കാണ്. അതിൽ നിന്ന് മാറി ഇന്നത്തെ കേരളം ജാതി ബോധത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ജാതി മതബോധത്തിലേക്ക്. ജാതി മതം അവിടെ നിൽക്കട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ജാതി ബോധത്തിലേക്ക് നമ്മൾ വരുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഈ സമയം നടന്നു പോകുന്നത്. കാര്യം ജാതീയത അത്രമാത്രം നമ്മളിടയിൽ എന്ത് ചെയ്യുന്നു, കൂട്ടി കഴിഞ്ഞു. ആ ജാതീയത കൂടുമ്പോൾ അതിനകത്ത് ഇൻഡയറക്റ്റായിട്ട് കൂടെ വരുന്നത് മറ്റൊരു കാര്യമാണ് ഈ പറയുന്ന ബ്രാഹ്മണിസത്തിൻ്റെ, അല്ലെങ്കിൽ ഹിന്ദുസം എന്ന് പറയുന്ന അവൻ്റെ ആചാര അനുഷ്ഠാനങ്ങളും അവൻ്റെ ആഘോഷങ്ങളും അവൻ്റെ എല്ലാ നിയമ സംവിധാനങ്ങളും ജാതിയോടൊപ്പം നമ്മൾ ചേർത്ത് പിടിക്കേണ്ടി വരും. അവിടെയാണ് സംഘപരിവാർ ശക്തികൾ നമ്മുടെ കോളനികളിൽ ശക്തമായിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോഴും നമ്മൾ ചിന്തിക്കാതെ പോയൊരു കാര്യം, നമ്മുടെ വിവാഹ കാര്യങ്ങൾ, അല്ലെങ്കിൽ വീട്ടിൽ നടക്കുന്ന ചടങ്ങുകൾ, ഇതെല്ലാം ജാതിയെ ബേസ് ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യേണ്ടി വരും, ഹിന്ദുവിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇവർ ഒരു സാംസ്കാരികമായ അധിനിവേശം കൂടി നടന്നു കഴിഞ്ഞു, കോളനികൾ നടന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇവരെന്ത് നമ്മുടെ തനത് ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്ന് നമ്മൾ പോവുകയും നമ്മുടെ സ്വത്വം അതുവഴി നഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഉള്ളിലെ ജാതികത നല്ല രീതിയിലേക്ക് തന്നിട്ട് ഇവിടെ ഇപ്പോൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ വിഭാഗത്തിൻ്റെ ഇടയിലെ ജാതികത നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ പൊതുവെ നോക്കുമ്പം ഒരു
ഈ ദളിത് വിഭാഗത്തിലുള്ള ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പയ്യൻ രാഗി കെട്ടിയതോ അവ ശാഖയെ പോയതോ അല്ല സംഘപരിവാറിലേക്ക് പോകുന്നതിന്റെ അടിസ്ഥാന കാര്യം. അത് കേവലം എന്ത് ചെയ്യുന്നു, അവന്റെ പ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ ചുമ്മാ ഒന്ന് പോകുന്നേ ഉള്ളൂ. പക്ഷെ അതിനും ഭീകരമായ കാര്യം ഒരു സമൂഹത്തെ മൊത്തത്തിൽ എന്ത് ചെയ്യും അല്ലെങ്കിൽ കൊണ്ടുപോകുന്ന തരത്തിൽ ഇന്ന് ഈ ജാതികത നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ സംഘപരിവാർ ശക്തികൾ ശക്തമായി കഴിഞ്ഞു. അതിനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അതിലൊരു വ്യക്തത വരുത്തുന്നത് ജാതീയത വന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് നെഗറ്റീവായിട്ടാണോ പോസിറ്റീവായിട്ടാണോ? ജാതീയത എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്ക് നമ്മുടെ ഇടയിൽ ജാതിബോധം കൂടി എന്നുള്ളതാണ്. ജാതിബോധം കൂടിയോടൊപ്പം നമ്മൾ ആചാരാനുഷ്ഠാനങ്ങൾ ഹിന്ദുവിന് അടിത്തറ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്ന ജാതീയത കൂടിയെന്നതിനപ്പുറം ഹിന്ദു ആചാരാനുഷ്ഠാനങ്ങൾക്ക് കീഴ്പ്പെട്ടു പോയി എന്ന് പറയുന്നതല്ലേ നല്ലത്? അതന്നെ ജാതിയുടെ ഒപ്പം ഇത് സാധനം വന്നത്. ജാതിയുടെ ഒപ്പം വന്നത് പറയേണ്ടി വരും. കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ഓരോ എന്ത് ചെയ്യുന്നു പട്ടികജാതി വർഗ വിഭാഗങ്ങളുടെ ഉപജാതികൾക്കിടയിൽ പുതിയ ആചാരങ്ങൾ വന്നുകൊണ്ടിരിക്കുക. മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം വരുന്ന ചടങ്ങുകൾ വരുന്നുണ്ട്, വിവാഹത്തിന് മുന്നേ വരുന്നുണ്ട്, ഒരു കുട്ടിയുടെ എന്ത് ചെയ്യുന്നു ഋതുമതിയാവുന്ന സമയത്ത്, ഇങ്ങനെ പല ആചാരങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് ഇന്നിപ്പോൾ ഈ തലത്തിലായി കഴിഞ്ഞു. അപ്പം അതാണ് നേരത്തെ സാറ് പറഞ്ഞ കാര്യം. എന്തായാലും ജാതീയതയിലൂടെ മതത്തെ എന്ത് ചെയ്യുന്നു അവർ നമ്മളുടെ ഉള്ളിലേക്ക് അടിച്ചേൽപ്പിച്ചു. അതിന് നമുക്ക് ഒറ്റ വാക്കിൽ സാംസ്കാരികമായിട്ടുള്ള കീഴടക്കൽ കൂടി ഉണ്ടായിട്ടുണ്ട്. ആ സാംസ്കാരികമായ കീഴടക്കലാണ് ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത് അനുഭവിക്കുന്ന ഏറ്റവും. അതുകൊണ്ടാണ് ദളിത് കോളനികളിൽ ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് സംഘപരിവാർ ശക്തികൾ കടന്നു കയറാൻ അവർക്ക് എളുപ്പമായത്. അതാണ് അവരെ പ്രതിരോധിക്കാൻ പറ്റുന്ന കാര്യം. നമ്മൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരാണല്ലോ അവരും എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൂടെ ചേർത്തു. അതിന്റെ ഭാഗം എന്ന രീതിയിൽ തന്നെയാണ് ഇത് വളരെ വ്യക്തമാണ്. അതായത് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരു ടാക്ടിക്കൽ സ്റ്റാൻഡ് നമ്മൾ ഇതൊരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതല്ല. അതെ. അത് കണ്ടീഷണലി ആയിട്ടുള്ള അല്ലെങ്കിൽ സാഹചര്യം നോക്കി നമ്മളെടുക്കുന്ന ഒരു തീരുമാനമാണ്, ഒരു നിലപാടാണ്. ഓക്കെ, തീർച്ചയായിട്ടും ഈ കാലത്തിനനുസരിച്ചുള്ള ഒരു നിലപാട് തന്നെയാണ്. ഇപ്പോൾ DHRM പാർട്ടി, അണ്ണ DHRM പാർട്ടി എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സമീപനം എന്ന് പറയുന്നത് ഈ പാർട്ടിയിലേക്ക് കൂടുതൽ പാർശ്വവൽകൃത വിഭാഗങ്ങളെ, SC വിഭാഗങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ നേതാക്കളും അംഗങ്ങളും ഒക്കെ തന്നെ കൂടുതലും പാർശ്വവൽകൃത വിഭാഗങ്ങളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ പാർശ്വവൽകൃത വിഭാഗങ്ങൾ, SC വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന പാർശ്വവൽകൃത വിഭാഗങ്ങൾ, മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കേവലം ദളിത് ക്രൈസ്തവരെ കൂടി നമ്മൾ എണ്ണിയെടുത്താൽ പോലും ഒരു 15% പോകത്തില്ല. അപ്പോൾ 15% വോട്ട് വെച്ചുകൊണ്ട് നമുക്ക് MLA യോ MPA യോ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ സൃഷ്ടിക്കുക അസാധ്യമാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. അപ്പോൾ ആ നിലയിൽ ഈ നമ്മുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി തന്നെ എനിക്ക് തോന്നുന്നത് ആ നിലയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അതൊരു പരാജയമായിട്ട് മാറാനാണ് ആ സാധ്യത. കുറച്ചുകൂടി നമ്മൾ വിശാലമായിട്ട് എടുക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഈ അംബേദ്കറിസമാണ് അണ്ണ DHRM പാർട്ടി ഉയർത്തിപ്പിടിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അംബേദ്കറിസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു പൊളിറ്റിക്സാണ്. അതിൻ്റെ ആശയപരമായ അടിത്തറ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അംബേദ്കറിസം പ്രധാനമായിട്ട് ഊന്നുന്നത് ഭരണഘടനയിലും അതുപോലെ തന്നെ ജനാധിപത്യ മൂല്യങ്ങളിലുമാണ്. ജനാധിപത്യ മൂല്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ സെക്കുലറിസം, പ്ലൂറലിസം, അതുപോലെ ഫെഡറലിസം, പിന്നെ അവസര സമത്വം തുടങ്ങിയ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഇൻക്ലൂസീവ് ആശയധാരയാണ്, പൊളിറ്റിക്കൽ ആശയധാരയാണ് അംബേദ്കറിസം എന്ന് പറയുന്നത്. അപ്പോൾ ആ നിലയിൽ അംബേദ്കറിസം നമ്മൾ ഉയർത്തിപ്പിടിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും കേരളത്തിലെ മറ്റിതര വിഭാഗങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു മുന്നണിയുടെ സാധ്യത. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഈ 3 മുന്നണികളും യഥാർത്ഥത്തിൽ അതിൻ്റെ അടിസ്ഥാന ആശയധാര എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിസമാണ്. ബ്രാഹ്മണിസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവർക്കും നീതി കിട്ടാൻ പാടില്ല എന്ന ആശയം ആണ് ബ്രാഹ്മണിസം ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഈ 3 പാർട്ടികളും അടിസ്ഥാനപരമായിട്ട്, അല്ലെങ്കിൽ 3 മുന്നണികളും അടിസ്ഥാനപരമായിട്ട് ബ്രാഹ്മണിസം ഉയർത്തിപ്പിടിക്കുന്ന മൂവ്മെൻറ്റുകളാണ്. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ ജാതി വ്യവസ്ഥയുടെ ഇരകളായിട്ടുള്ള, ഇപ്പോൾ ഇന്ത്യയിൽ 2 വിഭാഗം ജനങ്ങളേ ഉള്ളൂ. ഒന്ന് ജാതി വ്യവസ്ഥയുടെ ഗുണഭോക്താക്കളും ജാതി വ്യവസ്ഥയുടെ ഇരകളും. ഇവിടെ മുഖ്യധാര പാർട്ടികൾ അല്ലെങ്കിൽ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഭരണകക്ഷികളായിട്ട് അല്ലെങ്കിൽ മുഖ്യധാര പാർട്ടികളായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ BSP ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബ്രാഹ്മണിക്കൽ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടികളാണ്. അത് ഇടതായിരുന്നാലും വലതായിരുന്നാലും തീവ്ര വലതായിരുന്നാലും ബ്രാഹ്മണിക്കൽ ആശയധാരയാണ് അവർ പിന്തുടരുന്നത്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് കേരളത്തിൽ 80% വരുന്ന ജനങ്ങൾ ഈ ജാതി വ്യവസ്ഥയുടെ ഇരകളാണ്. അങ്ങനെയാണെങ്കിൽ വലിയൊരു സാധ്യത അവിടെ ഉണ്ട്. അതായത് ഈ
ഇപ്പോഴത്തെ ബ്രാഹ്മണിക്കൽ സർക്കാരുകൾ അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ പാർട്ടികൾ ബോധപൂർവം ഒഴിവാക്കുന്ന ജനവിഭാഗങ്ങളായിട്ടുള്ള ദളിതർ, ആദിവാസികൾ, അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, ട്രാൻസ്ജെൻഡേഴ്സ്, അതുപോലെ തന്നെ സ്ത്രീകൾ, അതുപോലെ തന്നെ ഈ ഇതര പിന്നോക്ക വിഭാഗങ്ങൾ, മുസ്ലിം മതന്യൂനപക്ഷങ്ങൾ, അങ്ങനെ എല്ലാവരും കൂടി ചേർത്ത് പിടിക്കുന്ന ഒരു വിശാല ഐക്യമുന്നണിക്ക് അല്ലെങ്കിൽ ഒരു വിശാലമായിട്ടുള്ള ഒരു ബഹുജൻ രാഷ്ട്രീയ മൂവ്മെൻറ്റിന് ഇവിടെ സാധ്യത കൊണ്ടുവന്നാണ് പൊതുവിൽ പല രാഷ്ട്രീയ നിരീക്ഷകരും നിരീക്ഷിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ഒരു നാലാം മുന്നണിയുടെ സാധ്യതകൾ തന്നെ നമ്മുടെ മുന്നിൽ തുറന്നു കിടക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ നിലയിൽ കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ഒരു നാലാം മുന്നണിയുടെ സാധ്യത സംബന്ധിച്ച് ജനറൽ സെക്രട്ടറി എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായിട്ടും നമുക്കറിയാം ദളിത് രാഷ്ട്രീയത്തിന് എന്തെങ്കിലും ഇവിടെ സാധ്യതകളുണ്ട്. എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ബഹുജൻ രാഷ്ട്രീയത്തിനാണ്, ഒരു ഇൻക്ലൂസീവ് പൊളിറ്റിക്സിനാണോ ഇവിടെ സാധ്യതയുള്ളത്? അവിടെ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നു, ജനാധിപത്യത്തിൽ അംബേദ്കറിസ മൂല്യങ്ങളെ മുന്നിൽ വയ്ക്കുന്ന ദളിത് രാഷ്ട്രീയത്തിന് സാധ്യത ഉണ്ട്. അതുകൊണ്ട് എന്ന് ഉറപ്പിച്ച് പറയാൻ കാരണം നമ്മുടെ മുന്നിൽ കാൻഷിറാം എന്ന് പറയുന്ന മഹാനായ അദ്ദേഹം അത് നടപ്പിലാക്കിയതാണ്. ഈ രാജ്യത്ത് നടപ്പിലാക്കി അധികാര പങ്കാളിത്തത്തിൽ വന്ന വ്യക്തിയാണ്. അപ്പോൾ അവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. നമ്മളൊന്ന് ഒരു തെരഞ്ഞെടുപ്പ് നോക്കിക്കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് പെർസെൻറ്റേജ്, ടോട്ടൽ വോട്ടിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് മാക്സിമം 65 അല്ലെങ്കിൽ 70 അകത്തേ വരുന്നുള്ളൂ. ഒരു 30% ആൾക്കാർ വോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഈ 30% ആൾക്കാരെ ആരും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. കാര്യം അതിനകത്ത് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഈ 30% ജനവിഭാഗങ്ങൾ ഈ 3 മുന്നണിയെയും ഉൾക്കൊള്ളാൻ അവർക്ക് പറ്റാത്തത് കൊണ്ടാണ് അവർ ജനാധിപത്യത്തിലെ അധികാരത്തിൻ്റെ മൂല്യത്തെ വിനിയോഗിക്കാത്തത്. അപ്പോൾ ബാക്കി വരുന്ന 70% എന്ന് പറയുന്ന 3 മുന്നണി വീതം വെച്ച് എടുത്തിരിക്കുന്നത്. അവിടെ ഒരിക്കലും ഈ 3 മുന്നണികൾ 75 വീതം വയ്ക്കുമ്പോൾ ഒരിക്കലും 30 വരുന്നില്ല, 30-നൊപ്പം വരുന്നില്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വലിയൊരു സമൂഹം ഇപ്പോഴും ജനാധിപത്യ പ്രക്രിയയിൽ വെളിയിലാണ്. ആ വെളിയിലായി നിൽക്കുന്ന ജനവിഭാഗത്തെ കണ്ടെത്തുകയും അവരിലേക്ക് ജനാധിപത്യ മൂല്യങ്ങളെയും അവസര സമത്വത്തെയും കുറിച്ച് ബോധവൽക്കരിച്ചാൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു കക്ഷിയായിട്ട് ഈ നാലാം മുന്നണി മാറും. അപ്പോൾ അവിടെയാണ് അണ്ണാ ഡി എസ് ആർ പാർട്ടിക്ക് വ്യക്തമായി ബോധ്യമുണ്ട്. തീർച്ചയായും കേരളം ഉൾപ്പെടെ വരുന്ന രാജ്യത്ത് ഈ പറയുന്ന 30% പുറത്ത് വരുന്ന ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടാതെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവർ ഒരിക്കലും ഇതൊന്നും മനസ്സിലാക്കാതെ അറിയാതെ പോകുന്നവരല്ല. പക്ഷെ മറ്റൊന്നിലും അവർക്ക് പൂർണ്ണമായും വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് അവർ അതിൽ വരാത്തത്. അതുകൊണ്ട് തന്നെ അവരെ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് ഈ പറയുന്ന നാലാം മുന്നണിയിലേക്ക് വരികയെങ്കിൽ നിലനിൽക്കുന്ന മറ്റു രാഷ്ട്രീയ മുന്നണികൾ നിൽക്കുന്നവർ ഇല്ലാതെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒരു അധികാര സമൂഹത്തെ രൂപപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ കേരളത്തിലെ സംബന്ധിച്ച് പറയുമ്പോഴത്തേക്ക് ഈ ഇടത് വലത് കക്ഷികൾ കൃത്യമായി സംഘപരിവാർ ആശയങ്ങളിലോട്ട് ആകർഷിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ധാരാളം നേതാക്കന്മാർ, മുൻ MLA-മാർ, സംസ്ഥാന ലീഡേഴ്സ് ഒക്കെ തന്നെ ഇടതു മുന്നണിയിൽ നിന്നും വലതു മുന്നണിയിൽ നിന്നും സംഘപരിവാറിലേക്ക് പോയിട്ടുണ്ട്. അതായത് സംഘപരിവാർ ആശയവുമായിട്ട് ഇടതു വലത് മുന്നണികൾക്കുണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന അസ്പർശ്യതയും അകലുമൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് മനസ്സിലാക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബ്രാഹ്മണിസം ഉയർത്തിപ്പിടിക്കുന്ന, ബ്രാഹ്മണിസത്തിന് ഓപ്പോസിറ്റായിട്ട് നമുക്ക് നിർത്താൻ പറ്റുന്ന ഒരു ആശയമാണ് അംബേദ്കറിസം എന്ന് പറയുന്നത്. അപ്പോൾ അംബേദ്കറിസത്തിൻ്റെ പ്രത്യേകം എന്ന് പറയുന്നത് ജനാധിപത്യത്തെയും ഭരണഘടനാ മൂല്യങ്ങളും ആണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ നിലയിൽ ഇവിടെ ജനാധിപത്യ മൂല്യങ്ങൾ ഇല്ലാതാകുകയും ഭരണഘടന തകരുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഈ രണ്ട് ആശയധാരകൾ പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു രീതിയിലോട്ട് ഭാവിയിലെ ഈ കേരള രാഷ്ട്രീയവും ഇന്ത്യൻ രാഷ്ട്രീയവും മാറാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇപ്പം തന്നെ ഈ സംഘപരിവാറിനെ പ്രതിരോധിക്കാനായിട്ട് ഇന്ത്യയിൽ ആകമാനം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് അംബേദ്കറിസമായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ സംഘപരിവാറിനെതിരായിട്ടുള്ള ഏത് പ്രതിഷേധം വരുമ്പോഴത്തേക്കും അംബേദ്കറുടെ ഫോട്ടോയും ജയ് ഭീമും ഒക്കെയാണ് മുഴങ്ങുന്നത്. അപ്പോൾ ആ നിലയിൽ സംഘപരിവാറിന് എതിരെ വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും ശക്തമായ, സംഘപരിവാർ എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. അത് നമ്മളിപ്പം ഈ പൊങ്കാലയായിട്ടും ചൂലും കുത്തലുമായിട്ടൊക്കെ നമ്മൾ സാംസ്കാരികമായിട്ടാണ് അതിനെ അടയാളപ്പെടുത്തുന്നത്. പക്ഷേ അത് സംഘപരിവാർ ഐഡിയോളജി എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്. അങ്ങനെ മനസ്സിലാക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഐഡിയോളജിക്കലായിട്ട് പോളറൈസ് ചെയ്യപ്പെടും. ഇന്ത്യയിൽ ആകമാനം ഒരു ഐഡിയോളജിക്കൽ പോളറൈസേഷൻ അതിനുള്ള സാധ്യത ഏറി വരികയാണ്. അതായത് ഒരു ഭാഗത്ത്
ബ്രാഹ്മണിക്കൽ ആശയങ്ങളും അല്ലെങ്കിൽ ബ്രാഹ്മണിക്കൽ പാർട്ടികളും, മറുഭാഗത്ത് നോൺ ബ്രാഹ്മണിക്കൽ അല്ലെങ്കിൽ അംബേദ്കറേറ്റ് പാർട്ടികളോ അല്ലെങ്കിൽ അംബേദ്കറേറ്റ് മൂവ്മെൻറ്റുകളോ അല്ലെങ്കിൽ ഭരണഘടനയും ജനാധിപത്യത്തെയും പ്രൊമോട്ട് ചെയ്യുന്ന പ്രസ്ഥാനങ്ങളോ ഒക്കെ ഐക്യപ്പെടേണ്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഭാവിയിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തന്നെ നേരത്തെ ജനറൽ സെക്രട്ടറി പറയുകയുണ്ടായി, മല്ലികാർജുന ഖാർഗെയും രാഹുൽ ഗാന്ധിയൊക്കെ ആ നിലയിലോട്ട് ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഒരു അംബേദ്കർ പൊളിറ്റിക്സിൻ്റെ അല്ലെങ്കിൽ അംബേദ്കറേറ്റ് ആശയങ്ങൾ അല്ലെങ്കിൽ ജനാധിപത്യ ആശയങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന അരിയിലോട്ട് അവർ വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു വ്യത്യസ്തമായൊരു അഭിപ്രായമുള്ളത്, ഈ രാഹുൽ ഗാന്ധിയും ഖാർഗെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിലെ UDF ആ നിലയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ജാതി സെൻസസ്, EWS തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മളെ ഇപ്പോൾ പിന്നോക്ക വിഭാഗങ്ങളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പല കാര്യങ്ങളിലും ഇടത് വലത് കക്ഷികളൊക്കെ തന്നെ ഒരുമിച്ച് നിന്നാണ് അതിനെ എതിർക്കുന്നത്. ഇപ്പോൾ EWS പാസ്സാക്കാനായിട്ട് ഇവർ ഒരുമിച്ചുണ്ടായിരുന്നു, ഈ 3 പാർട്ടികൾ ഒരുമിച്ചുണ്ടായിരുന്നു. അതുപോലെ ജാതി സെൻസസിനെ അവർ അനുകൂലിക്കുന്നെന്ന് പറയുമ്പോഴും അവർ ഒരിടത്തും ഈ ഏത് മുന്നണിയാകട്ടെ, ഈ 3 മുന്നണിയും ഈ പ്രചരണത്തിൽ ഒരു ഭാഗത്ത് പോലും ജാതി സെൻസസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ജാതി സെൻസസ് എന്ന് പറയുമ്പോഴത്തെ ഏറ്റവും അടിയന്തരമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാര്യം വെച്ചാൽ ഇവിടെ എത്രത്തോളം അനീതി നടന്നിട്ടുണ്ട് എന്ന് അളന്നെടുക്കാനുള്ള, അതിൻ്റെ ഡേറ്റ കളക്ട് ചെയ്യാനുള്ള നിരുപദ്രവകരമായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പം ഇവിടെ നടന്നിട്ടുള്ള അനീതി പുറത്തു വരുന്നതെന്നുള്ള ആഗ്രഹം ഇടത് വലത് തീവ്ര വലത് മുന്നണികൾക്കൊക്കെ തന്നെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ്, യഥാർത്ഥത്തിൽ ജാതി സെൻസസ് ഇവിടെ ഉണ്ടാകേണ്ടതല്ലേ? അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം, EWS വലിയൊരു അനീതിയല്ലേ? അപ്പം നമ്മൾ ഈ 3ആയി കാണുന്ന രാഷ്ട്രീയ മുന്നണികൾ യഥാർത്ഥത്തിൽ ഒന്നല്ലേ? എന്താണ് ജനറൽ സെക്രട്ടറിയുടെ കമൻറ്റ്? അതിൽ തീർച്ചയായിട്ടും ഈ 3 മുന്നണികളുടെയും ഐഡിയോളജി അല്ലെങ്കിൽ അവരുടെ ആത്യന്തികമായിട്ടുള്ള മേൽഘടകം അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന മേഖലയിൽ ബ്രാഹ്മിണിസം അല്ലെങ്കിൽ ജാതീയത തന്നെയാണെന്ന് നമുക്ക് ബോധ്യമുണ്ട്. അതിനകത്ത് സംശയമില്ല. അതെല്ലാവർക്കും, എല്ലാ പാർട്ടികളും ജാതി പാർട്ടികൾ തന്നെയാണ്. അതിന് ചെറു രാഷ്ട്രീയ പാർട്ടി ഇപ്പം തന്നെ കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ തൊട്ട് ഈ മണ്ഡലം അല്ലെങ്കിൽ തൊട്ട് മണ്ഡലം പത്തനാപുരം, അവിടെ ഒരു പാർട്ടിയുണ്ട്, കേരള കോൺഗ്രസ് B. അത് കേവലം ഒരു മണ്ഡലത്തിൽ മാത്രമേ ഉള്ളൂ, മന്ത്രിയുണ്ട്. പക്ഷെ ഒരു മാടമ്പിയെ പോലെയാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ നിലപാടുകളും കാര്യങ്ങളൊക്കെ പോകുന്നത്. നമ്മളതിനെ എന്ത് ചെയ്യുന്നു, വിമർശിക്കുകയല്ല, മറിച്ച് ഞാൻ പറയുന്നത് എല്ലായിടത്തും ജാതിയുണ്ട്, അല്ലെങ്കിൽ ചെറിയ രാഷ്ട്രീയ പാർട്ടിയിലും ജാതിയുണ്ട്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും നാളെയിലേക്ക് ഇന്ത്യയിൽ വരാൻ പോകുന്ന, മുഖാമുഖത്ത് നിൽക്കാൻ പോകുന്ന 2 ആശയങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് അംബേദ്കറിസവും അതിനെ ബ്രാഹ്മിണിസവും തമ്മിലുള്ള ഒരു ഫൈറ്റ് തന്നെയായിരിക്കും. എനിക്ക് തോന്നുന്നു വലിയ ദൂരമൊന്നുമില്ല, 10 വർഷത്തിനകത്ത്, ഒരു പതിറ്റാണ്ട് പിന്നിടുമ്പോൾ രാജ്യം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു യുദ്ധം എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും. ആശയത്തിന് വേണ്ടിയുള്ള യുദ്ധമായിരിക്കും. ആ യുദ്ധത്തിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന എല്ലാത്തിൻ്റെയും ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത്, അതായത് ജാതിയുടെ എല്ലാത്തിൻ്റെയും ഗുണഭോക്താക്കൾ വെറും ന്യൂനപക്ഷമായ ഒരു വിഭാഗം മാത്രമല്ല. ബാക്കിയുള്ളവർ ഇപ്പോൾ ആ ജാതിക്ക് വേണ്ടി നിലകൊള്ളുമ്പോഴും ശരിക്കും ആ ജാതിയുടെ എല്ലാ തലത്തിലേക്കുള്ള അർത്ഥത്തിലും അവർ ആ അധികാരത്തിലെത്തിയാൽ അവരോടൊപ്പം നിന്നവർ പോലും അവസാനം പിന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് ഉറപ്പ് തന്നെയാണ്. ജാതി അങ്ങനെയാണ്, ജാതി ശ്രേണി അങ്ങനെയാണ്. ആ ഘട്ടത്തിലായിരിക്കും ഇന്ത്യയിലെ ഈ പറയുന്ന ഇന്ന് ജാതീയത വളർത്താൻ നിൽക്കുന്ന ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അംബേദ്കറിസത്തിലേക്ക് മാത്രമേ അവർക്ക് വരാൻ പറ്റുകയുള്ളൂ. കാര്യം രാജ്യത്തെ, അല്ലെങ്കിൽ ഈ രാജ്യം വിമോചനം ഉണ്ടായതുപോലും ഈ പറയുന്ന ജാതി ശ്രേണിയുടെ എല്ലാ അനുഭവങ്ങളിൽ നിന്നും ജനാധിപത്യം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അതിനെ സ്വീകരിച്ചതും അതിനെ എന്ത് ചെയ്തു ഇവ നടപ്പിലാക്കണം ആവശ്യപ്പെട്ടതും ഇവിടുത്തെ ദളിത് ആദിവാസി വിഭാഗങ്ങളെക്കാട്ടി കൂടുതൽ ഇവിടുത്തെ പിന്നോക്ക വിഭാഗങ്ങളായിരുന്നു. കാര്യം അവർക്കറിയാം അവരനുഭവിച്ച വേദനകളും അല്ല അവരനുഭവിച്ച പ്രശ്നങ്ങളും. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇവിടെ എന്ത് ചെയ്യേണ്ടി വരും, ജാതിയും അതോടൊപ്പം തന്നെ അംബേദ്കറിസവും തമ്മിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ബ്രാഹ്മിണിസവും അംബേദ്കറിസവും തമ്മിലൊരു ഫൈറ്റ് കേരളത്തിലുണ്ടാകാൻ പോകുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മുന്നണികളും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നേതൃത്വങ്ങൾ അത്തരത്തിൽ ചിന്തിക്കുന്നവർ തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു മൈക്രോ ലെവലിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലാ പാർട്ടികളും ജാതി പാർട്ടികളാണ്, എല്ലാ പാർട്ടികളും മുഖ്യധാര പാർട്ടികൾ ഒക്കെ തന്നെ ബ്രാഹ്മണിക്കൽ പാർട്ടികളുമാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും ഭാവിയിൽ 2 ആശയധാരകൾ പരസ്പരം ഏറ്റുമുട്ടുന്നത് ഒന്ന് ബ്രാഹ്മണിസവും ഒന്ന് അംബേദ്കറിസവും തന്നെ എന്നാണ് അണ്ണാ DHR പാർട്ടി വരെ. തീർച്ചയായിട്ടും ഇന്ത്യ വിവരിക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു ആശയ എന്ത് ചെയ്യുന്നു യുദ്ധം തന്നെയായിരിക്കും. അപ്പോൾ ഫാസിസത്തിന് എതിരായിട്ട് നിർത്താൻ പറ്റുന്ന ഒരു ആശയം എന്ന് പറയുന്നത്
അംബേദ്കറിസം തന്നെയാണ്. അംബേദ്കറിസം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അണ്ണാ ഡി എച്ച് എം പാർട്ടി ഒരു പ്രത്യയശാസ്ത്രമായിട്ട് അംബേദ്കറിസവും ഭരണഘടനയും ഞങ്ങൾ ചേർത്ത് പിടിക്കുക. ഞങ്ങൾ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം തന്നെ അത് തന്നെയാണ്. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ കയ്യൊപ്പ് പതിഞ്ഞ ഇന്ത്യൻ ഭരണഘടനയുടെ ഏറ്റവും സുപ്രധാനമായ ഒരു ആശയം എന്ന് പറയുന്നത് സംവരണമാണ്. സംവരണം എന്ന ആശയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആരും പിന്തള്ളപ്പെട്ടു പോകാൻ പാടില്ല, എല്ലാവർക്കും അവസര സമത്വം ഉറപ്പുവരുത്താനുള്ള ഒരു ഭരണഘടനാ മെക്കാനിസമാണ് സംവരണം. ആ നിലയിലാണ് സംവരണത്തെ നോക്കിക്കാണേണ്ടത്. നേരെ മറിച്ച് അന്യായമായിട്ട് എന്തോ പട്ടിക വിഭാഗക്കാർക്ക് കൊടുക്കുന്നു എന്നുള്ളൊരു പൊതുബോധത്തിലാണ് പൊതുസമൂഹം നിൽക്കുന്നത്. എന്തു തന്നെ ആയാലും നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് പ്രാതിനിധ്യ ജനാധിപത്യമാണ്. നമ്മുടെ ജനാധിപത്യം റെപ്രസെൻറ്റേറ്റീവ് ഡെമോക്രസിയാണ്. അവസര സമത്വമാണ് അതിൻ്റെ ഏറ്റവും കോറായിട്ടുള്ള ആശയം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടെ എന്ന് പറയുന്നത്. പക്ഷേ അത് പ്രായോഗിക തലത്തിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് ഉറപ്പായിട്ടും പറയാനായിട്ട് സാധിക്കും. ഇപ്പോൾ കേരളത്തിൽ LDF സർക്കാർ 10 കൊല്ലം പൂർത്തിയാകുമ്പോഴത്തേക്ക് സംവരണ തത്വങ്ങൾ മൊത്തത്തിൽ അട്ടിമറിക്കുന്നതായിട്ട് നമുക്ക് ബോധ്യമാണ്. അപ്പോൾ ഉദാഹരണത്തിന് EWS സംവരണം, അതായത് EWSൻ്റെ അവകാശികൾ എന്ന് പറയുന്നത് കേരളത്തിലെ 15% വരുന്ന മുന്നോക്ക വിഭാഗക്കാരാണ്, അല്ലെങ്കിൽ 20% വരുന്ന മുന്നോക്ക വിഭാഗക്കാരാണ്. അവർക്ക് ഒരു പെട്ടിക്കടയിൽ ഒരു പോസ്റ്റർ പോലും അതിനുവേണ്ടി പതിക്കേണ്ടി വന്നിട്ടില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ട് സാമ്പത്തിക സംവരണം എന്ന് പറയുന്ന സംഗതി നടപ്പിലാക്കപ്പെട്ടത് കേരളത്തിലാണ്. കേരളത്തിലെ ദേവസ്വം ബോർഡിലാണ് അത് ആദ്യമായിട്ട് നടപ്പിലാക്കപ്പെട്ടത്. അതിന് പുറമെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ധാരാളമായിട്ട് PSC വഴി അല്ലാതെ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ PSC വഴി നിയമിതരായിട്ടുള്ള ആൾക്കാർ അധികം PSC വഴി അല്ലാതെ പല നിലയിൽ പാർട്ടി ഇടപെടലുകളിലൂടെ ധാരാളമായിട്ട് നിയമനങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കമ്പനികൾ, ബോർഡുകൾ, കോർപ്പറേഷനുകൾ, എയ്ഡഡ് മേഖല, അതുപോലെ സർവകലാശാലകൾ, അതുപോലെ ഈ ദേവസ്വം ബോർഡുകൾ തുടങ്ങി ഒത്തിരിയേറെ, അതായത് ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങൾ PSC വഴി അല്ലാതെ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. ഈ PSC വഴി അല്ലാതെ നിയമനങ്ങൾ നടക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ പട്ടികജാതി പ്രാതിനിധ്യം 0 നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പം ആ നിലയിൽ വലിയ അട്ടിമറിയാണ്, വലിയ സംവരണ അട്ടിമറിയാണ് ഇടതു സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതെന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായം എന്താണ് അക്കാര്യത്തിൽ? അത് 100% അത് ശരിയായൊരു കാര്യം തന്നെയാണ്. ഈ 10 വർഷത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ PSC നിയമനത്തിൻ്റെ ഒരു 2-3 ഇരട്ടിയെങ്കിലും ഇവിടെ പിൻവാതിൽ നിയമനം നടന്നിട്ടുണ്ട്. കാര്യം ഒരു മേഖലയിലും, ഒരു തൊഴിൽ മേഖലയിലും PSCയെ ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ PSCയെ ആശ്രയിക്കുന്ന വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പിന്നോക്കക്കാർ മാത്രമാണ്. മറ്റെങ്ങും അവർക്ക് പിടിപാടില്ലാത്തവരാണ്, അല്ലെങ്കിൽ മറ്റെങ്ങും ചെന്ന് അവർക്ക് എന്തെങ്കിലും 1 ലക്ഷമോ 10 ലക്ഷമോ കൊടുത്ത് കയറാൻ സാധ്യതയില്ലാത്ത സാധാരണക്കാരാണ് ഇവിടുത്തെ PSCയെ ആശ്രയിച്ച് ജീവിക്കുന്നത്. എത്രയോ കുട്ടികൾ, എത്രയോ ആൾക്കാർ വർഷങ്ങളോളം ഇരുന്ന് പഠിച്ച് റാങ്ക് 1 റാങ്കിലും അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് പോലും ഇന്ന് എന്ത് ചെയ്യില്ല, അവർക്ക് ജോലി കിട്ടിയിട്ടില്ല. അവിടെയാണ് കേവലം പാർട്ടിയുടെ അണികൾ, അല്ലെങ്കിൽ പാർട്ടിക്കാരെന്ന ഒറ്റ ലേബലിൽ അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയുന്ന പല പോസ്റ്റുകളിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അടുത്ത സമയത്ത് വന്ന സർക്കാരിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം, SI പോസ്റ്റിലേക്ക് നിയമിച്ച 2 പേര് അവർ ബോഡി ബിൽഡേഴ്സാണ്. അവർ SI ടെസ്റ്റ് എഴുതിയിട്ടില്ല. അവർക്ക് ആകെ ഉള്ള സർട്ടിഫിക്കറ്റ് എന്താണ്, അവർ ബോഡി ബിൽഡേഴ്സ് എന്ന് പറയുന്ന ഒറ്റ ഇതിൽ നിന്നുകൊണ്ടാണ് സർക്കാർ SI പോസ്റ്റാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇത്രയും സാധാരണ തൊഴിൽ മുതൽ ഈ പറയുന്ന എല്ലാ മേഖലകളിലും സർക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, പിൻവാതിൽ നിയമനം നടത്തിക്കൊണ്ടിരിക്കുക. ആരാണോ ഭരിക്കുന്ന, അത് ആരും ആയിക്കോട്ടെ, ആരാണോ ഭരിക്കുന്ന, ആ ഭരിക്കുന്നതിനകത്ത് ഇപ്പോൾ കഴിഞ്ഞുപോയ 10 വർഷത്തിനകത്ത് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഈ പറഞ്ഞ പോലെ പാർട്ടി അംഗങ്ങളെ, പാർട്ടി കുടുംബങ്ങളെ, പാർട്ടി അനുഭാവികളെ പൂർണ്ണമായിട്ടും എല്ലാ മേഖലകളിലും എന്ത് ചെയ്ത് തിരികെ കയറ്റിയിട്ടുണ്ട്. അത് അംഗീകാരം കൊടുത്ത ഈ അവസാന മന്ത്രിസഭ കൂടിയപ്പോൾ ഇതുപോലെ എന്ത് ചെയ്തു, താൽക്കാലിക ജീവനക്കാരായിട്ട് കയറ്റിയ എല്ലാ മേഖലകളിലും അവർ അംഗീകാരവും കൊടുത്തു, അവരെ സ്ഥിര നിയമനമാക്കി. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഭരണഘടന അട്ടിമറിക്കുന്നു, ഭരണഘടന മൂല്യങ്ങളെ അട്ടിമറിക്കുന്നു, സംവരണ അട്ടിമറി നടക്കുന്നു. ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഈ EWS പോലെയുള്ള വിഷയങ്ങളൂടെ നമ്മൾ ഇതിനകത്ത് ചേർത്ത് പറയേണ്ടി വരും. EWS പോലെയുള്ള ഒരു വിഷയം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം സുപ്രീം കോടതി വിധി വരുമ്പോൾ രാജ്യത്തെ മറ്റൊരു സ്റ്റേറ്റിലും നടപ്പിലാക്കിയിട്ടില്ല. അത് ആദ്യമായിട്ട് നടപ്പിലാക്കുന്ന സർക്കാർ പിണറായി വിജയൻ നേതൃത്വം കൊടുത്ത LDF സർക്കാരാണ്. ഈ കേരളമാണ് അതിന് തുടക്കം കുറിച്ചത്, നാന്ദി കുറിച്ചത്. പക്ഷേ അതേപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട, EWS അവർക്ക് കിട്ടുമ്പോൾ 14% ഒരു വിഭാഗത്തിന് എല്ലാം ഉള്ളവർക്കാണ് കിട്ടിയെന്ന് പറയുമ്പോഴും നമ്മൾ
അതിൽ നിന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആ ജനവിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ജനതയുടെ വരുന്ന തലമുറയെക്കുറിച്ചുള്ള ഉത്കണ്ഠയും അവരുടെ തലമുറ എങ്ങനെ ആയിരിക്കണമെന്നുള്ള കാഴ്ചപ്പാടും അവരുടെ സംഘശേഷിയുമാണ് അത് നടപ്പിലാക്കാൻ ഇവിടുത്തെ ഭരണകൂടം തയ്യാറായെങ്കിൽ നമ്മളും അതുപോലെ ഒരു സമൂഹമായി നമ്മുടെ തലമുറയെ കാണുന്ന, അല്ലെങ്കിൽ നമ്മുടെ ജനതയെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ജനത രൂപപ്പെട്ടാൽ തീർച്ചയായിട്ടും EWS പോലെ, അല്ലെങ്കിൽ നിലവിലെ സംവരണ മാനദണ്ഡത്തെ പോലും ശരിയായ രീതിയിൽ നടപ്പിലാക്കാൻ നമുക്ക് പറ്റും. അവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു വെച്ച കാര്യം തന്നെയാണ്, ഇതിനൊന്നും എന്ത് ചെയ്താലും ചോദിക്കാൻ ആരുമില്ല, അല്ലെങ്കിൽ ആരും വരില്ല എന്ന പൂർണ്ണമായി ഉറപ്പിൽ നിന്നുകൊണ്ടാണ് ഇവിടുത്തെ ഭരണകൂടങ്ങൾ മറ്റുള്ളവർക്ക് ഒത്താശ ചെയ്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നടപ്പിലാക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് പറയേണ്ട മറ്റൊരു കാര്യം, ഈ കേരളത്തിലെ മന്ത്രിസഭയിൽ 10 മന്ത്രിമാർ ഒറ്റ സമുദായത്തിൽ നിന്നാണ് വരുന്നത്. നേരെ മറിച്ച് ചരിത്രത്തിൽ ആദ്യമായിട്ട് പട്ടിക വിഭാഗത്തിൽ നിന്ന് മന്ത്രി ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. അതായത് നമ്മളെ അധികാരത്തിൽ നിന്ന് തന്നെ പുറത്തു നിർത്തുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഈ നമ്മുടെ EWS പോലുള്ള സംഗതികൾ, അതുപോലെ ഗ്രാൻഡ് നിഷേധം, ഭൂമിക്ക് വേണ്ടിയുള്ള നമ്മുടെ നിരന്തരമായ ആവശ്യങ്ങൾ തുടങ്ങി പട്ടികവിഭാഗക്കാരെ ബാധിക്കുന്ന നിരവധി കാര്യങ്ങളിൽ ഈ 16 MLA-മാർ ഒരു രീതിയിലും നമ്മുടെ നിയമസഭയിൽ ശബ്ദം ഉയർത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കൃത്യമായി ഒരു എക്സ്ക്ലൂഷനായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഈ ഇപ്പോൾ 10 മന്ത്രിമാർ ഒരു സമുദായത്തിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അവരുടെ പേഴ്സണൽ സ്റ്റാഫിൽ പോലും ഒരു SC/ST വിഭാഗത്തിൽ നിന്ന് ഒരാളും നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഈ എക്സ്ക്ലൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പുറന്തള്ളൽ എന്ന് പറയുന്നത്, പട്ടിക വിഭാഗക്കാരെ പുറന്തള്ളുക എന്ന് പറയുന്നത് ഈ ഇടത് സർക്കാരിൽ ഭീകരമായിരുന്നു എന്നുള്ളതാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത്. ഇതിലൊരു ഒരു കോൺട്രാഡിക്ഷൻ വരുന്നത്, ഈ 80% പട്ടിക വിഭാഗങ്ങൾ LDF-ന് വോട്ട് ചെയ്യുകയും നേരെ മറിച്ച് അവർക്ക് വോട്ട് ചെയ്യാത്ത സമുദായങ്ങൾക്ക് EWS ഉൾപ്പെടെയുള്ള ഇത് വാരിക്കോരി കൊടുക്കുകയും ചെയ്യുന്നു. EWS എന്ന് പറയുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു അഴിമതിയാണ്. അതിന് അനീതി എന്നല്ല പറയാനുള്ളത്, അതിന് അഴിമതി എന്നാണ് പറയാനുള്ളത്. കാരണം അന്യായമായിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഉദാഹരണത്തിന് അതിൽ നീതി എന്ന് പറയുന്ന ഒരു സംഗതിയെ ചേർന്നിട്ടില്ല. അപ്പം പഞ്ചായത്തിൽ 2.5 ഏക്കർ ഭൂമിയും മുനിസിപ്പാലിറ്റിയിൽ 75 സെൻറ്റും കോർപ്പറേഷനിൽ 50 സെൻറ്റും അതുപോലെ തന്നെ മാസത്തിൽ 33,333 രൂപ വരുമാനമുള്ള കുടുംബത്തിനാണ് ഈ EWS സംവരണം കൊടുക്കുന്നത്. അതായത് 100 അവസരങ്ങളിൽ 10% കൊടുക്കുകയാണ്. അതായത് 100 പേരെ നിയമിക്കുമ്പോഴത്തേക്ക് അതിൽ 10 പേരെ മുന്നോക്ക സമുദായത്തിൽ നിന്ന് വരികയാണ്. നേരെ മറിച്ച് 3 സെൻറ്റിന് വേണ്ടി കഴിയുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇരട്ട നീതിയും ഇരട്ട വികസനവും ഇവിടെ പ്രകടമാണ്. അതുപോലെ തന്നെ വോട്ട് ചെയ്യാത്ത മുന്നോക്ക സമുദായങ്ങൾ എല്ലാ നിലയിലും ഉൾക്കൊള്ളുകയും അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും, എന്നാൽ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമുദായത്തെ അൺകണ്ടീഷണലി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, ഒന്നിനു വേണ്ടിയല്ലാതെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നിർധനരും നിരാലംബരുമായിട്ടുള്ള SC/ST വിഭാഗങ്ങളെ പുറന്തള്ളുകയും ചെയ്യുന്ന, എല്ലാ നിലയിലും സർവ്വയിടങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന ഒരു സമീപനമാണ് LDF-ൽ നിന്ന് വരുന്നത്. എന്താണ് DHRM പാർട്ടി, അണ്ണാ DHRM പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി നിലയ്ക്ക് ഉള്ള കമൻറ്റ്? അതായത് കേരള രാഷ്ട്രീയത്തിൽ ആദ്യത്തെയും, അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ നടക്കാത്ത ഒരു മന്ത്രിസഭയാണ് ഈ അവസാനത്തെ മന്ത്രിസഭ എന്ന് പറയുന്നത്. കാര്യം എന്തെന്ന് വെച്ചാൽ, സാർ പറഞ്ഞതുപോലെ തന്നെ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും, അല്ലെങ്കിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്നും ഒരു മന്ത്രി ഇല്ലാതെ പോയ ഒരു ഭരണം ആദ്യമായിട്ടാണ്. ഒരു മന്ത്രി, ആദ്യത്തെ മന്ത്രിസഭ തുടങ്ങുന്ന നമ്മുടെയൊക്കെ എന്ത് ചെയ്യുന്നു, കുട്ടപ്പൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ചാത്തമാഷ് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ എല്ലാ മന്ത്രിസഭയിലും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാരുണ്ടായിരുന്നു. ഈ അവസാനത്തെ മന്ത്രിസഭയിൽ നിന്നാണ് അതിനെ നീക്കം ചെയ്തിരിക്കുന്നത്. അതിന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പാർട്ടിയുടെ ഒരു മുതിർന്ന നേതാവും ആ മന്ത്രിസഭയിലെ തന്നെ മന്ത്രിയുമായിരുന്ന രാധാകൃഷ്ണൻ, ദേവസ്വം ബോർഡ് മന്ത്രിയായ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ ആ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി അതിനുശേഷം വന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നു, ഒരു MP ആക്കി ഒതുക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഉയർന്ന സ്ഥാനം കൊടുക്കുകയല്ല ചെയ്തത്. തിരിച്ച് അദ്ദേഹം ഇവിടെ മന്ത്രിയായി തുടരുകയും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ മുഖ്യമന്ത്രി പദം വരെ കൊടുക്കാൻ പാർട്ടിക്കകത്ത് സീനിയോറിറ്റി ഉള്ള ഒരു നേതാവെന്ന രീതിയിൽ നിൽക്കുന്ന രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ
പൂർണ്ണമായും ഒഴിവാക്കേണ്ട ആവശ്യകത പാർട്ടിക്കകത്ത് ഉരുത്തിരിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹത്തിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി MP ആക്കി കൊണ്ടുപോയത്. അവിടെ നിന്ന് തന്നെ ഈ പാർട്ടിയുടെ നിലപാട് വ്യക്തമാണ്. ഒരിക്കലും പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ജനവിഭാഗത്തിൽ നിന്ന് ഒരാൾ പോലും ആ പാർട്ടിക്ക് അകത്താണെങ്കിൽ പോലും ഉയർന്നു വരാൻ അവർ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഉയർന്നു വരാൻ അവർ സമ്മതിക്കുകയില്ല. അവിടെ തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നു, ഇവിടെ ജാതീയത എന്ന് പറയുന്ന ജാതി മേൽക്കോയ്മയിലുള്ളവർ മാത്രം തന്നെ അതിൽ ഉണ്ടായാൽ മതി എന്നതിൻ്റെ ഒരു ഉദാഹരണം. ഒരു ഭാഗത്ത് പട്ടികജാതി മന്ത്രിയെ മാറ്റിയിട്ട് മറുഭാഗത്ത് 10 മന്ത്രിമാരെ ഒരു വിഭാഗത്തിന് കൊടുക്കുകയാണ്. അപ്പം ഇത് തീർച്ചയായിട്ടും ഇവിടുത്തെ സാധാരണക്കാർ മനസ്സിലാക്കുന്നുണ്ട്, ഇവിടുത്തെ ജനവിഭാഗങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട്. അതിനുള്ള ഒരു തിരിച്ചടി എന്തായാലും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് കൂടി ഞങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും നമുക്കൊരു പൊളിറ്റിക്കൽ സ്പേസ് ഇവിടെ തുറന്നു കിടക്കുന്നുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. എന്ന് വെച്ചാൽ 10% മുതൽ 15% വരെ SC/ST വിഭാഗങ്ങൾക്ക് വോട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ ഒരു പൊളിറ്റിക്കൽ കൺസോൾട്ടേഷന് ആശയപരമായിട്ടെങ്കിലും നമ്മൾ ഏറെ മുന്നേറിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തന്നെ ഒരു അംബേദ്കറേറ്റ് ആശയങ്ങൾ SC/ST വിഭാഗങ്ങൾക്കിടയിൽ വളരെ ശക്തമായിട്ട് പ്രചരിക്കുന്നുണ്ട്. പക്ഷെ അതിനൊരു രാഷ്ട്രീയ രൂപം വരുന്നില്ല, ഒരു പൊളിറ്റിക്കൽ കൺസോൾട്ടേഷൻ നടക്കുന്നില്ല. അപ്പോൾ അതിന് ശക്തമായ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് തന്നെ നമുക്ക് ആവശ്യമാണ്. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിന് ഉള്ള സാധ്യത തെളിഞ്ഞു കിടക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിന് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ കൺസോൾട്ടേഷന് SC/ST വിഭാഗങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ കൺസോൾട്ടേഷന് വേണ്ടിയിട്ട് അടിയച്ചരം പാർട്ടി മുൻകൈ എടുക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ? ഈ വിവിധ പ്രസ്ഥാനങ്ങളെയും നേതാക്കന്മാരെയും ഐക്യപ്പെടുത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അത് സാധ്യമാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ആ പൊളിറ്റിക്കൽ കൺസോൾട്ടേഷനിലൂടെ അല്ലാതെ, അല്ലെങ്കിൽ പൊളിറ്റിക്കലി ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ പൊളിറ്റിക്കലി പ്രഷറൈസ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ഇതുവരെ സംസാരിച്ച പ്രശ്നങ്ങൾ അതേപോലെ തന്നെ അവശേഷിക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടിയന്തരമായിട്ട് നമ്മൾ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിന് തുടക്കം കുറിക്കേണ്ടതല്ലേ? അപ്പോൾ ആ നിലയിൽ ഒരു ഇനിഷ്യേറ്റീവ് അണ്ണാ DHRM പാർട്ടി സ്വീകരിക്കുമോ? അതായത് കേരളത്തിലൊരു 10 വർഷത്തിനകത്ത് ആണ് ഒരു നമ്മുടെ ജനസമൂഹം, സാധാരണ ജനവിഭാഗങ്ങൾ അധികാര പങ്കാളിത്തം വേണമെന്ന് പ്രത്യക്ഷത്തിൽ പറഞ്ഞു തുടങ്ങിയത്. കാര്യം എന്ന് വെച്ചാൽ അതിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം അല്ല, അതിന് വന്നൊരു മാറ്റത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയാണ്. അതെ അതെ, സോഷ്യൽ മീഡിയയ്ക്ക് വലിയ രീതിയിലേക്കുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റി. കാര്യം നമ്മളുടെ ഇടയിൽ ഉള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ നമ്മൾക്ക് അധികാരമില്ലായ്മയാണ് നമ്മുടെ വിഷയങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ദിനംപ്രതി വിഷയങ്ങൾ ഓരോ വ്യക്തികളും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുന്നേ നമ്മൾ നോക്കിയാൽ അങ്ങനെയല്ലായിരുന്നു. ഓരോ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വങ്ങൾ പറയുന്നത് മാത്രമേ അവരറിയുന്നുള്ളൂ. അതിൽ നിന്നും വ്യത്യസ്തമായി എന്ത് ചെയ്യുന്നു, സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ ഒരു മാറ്റം വന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനും 10 വർഷം മുന്നേ ഞങ്ങളുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ അണ്ണാ DHRM പാർട്ടിയുടെ സ്ഥാപകൻ ഉണ്ടായിരുന്ന കാലം മുതൽ അദ്ദേഹത്തിൻ്റെ ആദ്യമായിട്ട് 2009 സാറിൻ്റെ സ്വന്തം ദേശമായ ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ നിന്നാണ് ഒരു രാഷ്ട്രീയ അധികാര പങ്കാളിത്തത്തിന് വേണ്ടിയുള്ള തുടക്കം വയ്ക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയ ഒരു രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പുകളിൽ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരരംഗത്ത് നിൽക്കുകയും അതിൽ നിന്നും അന്ന് സ്വതന്ത്രമായാണെങ്കിൽ ഇപ്പോൾ അത് രാഷ്ട്രീയ പാർട്ടിയായി മാറുകയാണ്. തീർച്ചയായിട്ടും കേരളത്തിൽ ദളിതുകളുടെ അംബേദ്കറേറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ഐക്യം ഉണ്ടായാൽ വ്യക്തമായി ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇവിടുത്തെ 3 മുന്നണികൾക്കും ഇവരെ കേൾക്കാതെ അല്ലെങ്കിൽ ഇവരെ കൂട്ടാതെ ഇവരുടെ അധികാര പങ്കാളിത്തം വിഹിതം വെക്കാൻ പറ്റില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ അവിടെ ഈ നിലവിൽ ദേശീയ പാർട്ടിയുള്ള BSP നിലവിൽ സംസ്ഥാനത്തുണ്ട്. അതോടൊപ്പം തന്നെ ദളിത് സമുദായ മുന്നണി എന്ന് പറയുന്നൊരു മൂവ്മെൻ്റ് ഉണ്ട്. അംബേദ്കർ ഡെമോക്രാറ്റിക് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് ദളിതുകളുടെ ഗീതാനന്ദ മാഷിൻ്റെയും അതോടൊപ്പം തന്നെ അംബുജാക്ഷൻ സാറിൻ്റെ നേതൃത്വത്തിൽ രൂപപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ VCKയുടെ കേരള ഘടകം കേരളത്തിലേക്ക് വരുന്നു. അതോടൊപ്പം തന്നെ JRP ജാനുവിയുടെ CK ജാനുവിൻ്റെ നേതൃത്വത്തിലുള്ള JRP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്കെടുത്ത് പറയാം ILP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അണ്ണാ DHRM പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ. ഇങ്ങനെ അംബേദ്കർ രാഷ്ട്രീയം മുന്നോട്ട് പറയുന്ന, അല്ലെങ്കിൽ അംബേദ്കർ രാഷ്ട്രീയത്തെ ഊന്നി നിൽക്കുന്ന ഈ ദളിത് മുന്നേറ്റങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നാൽ അത് ഒരുമിച്ച് ചേരുന്ന ഒരു പേരിലേക്ക് മാറുക എന്നുള്ളതല്ല. കാര്യം അതൊരിക്കലും സാധ്യമാവുന്ന വിഷയമല്ല. കാര്യം ഇതെല്ലാം പല പേരുകളിലേക്ക് വരാൻ പല തരത്തിലേക്കുള്ള കാര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് പല പേരുകളായത്. പക്ഷെ ഇവരെല്ലാം ലക്ഷ്യം ഒന്നായതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരികയും അവിടെ അവരുടേതായ തനത് പേരുകളിൽ നിന്ന് ഇന്ന് LDFും UDFും അതോടൊപ്പം തന്നെ ND എന്ന് പറയുന്ന മുന്നണി സംവിധാനത്തിൽ തന്നെ നമ്മുടെ ഒരു കൂട്ടായ്മ രൂപപ്പെടുത്തുകയും ഈ കൂട്ടായ്മയെ ഇവിടുത്തെ മറ്റു മുന്നണിയുടെ മുന്നിൽ നമ്മൾ വെക്കുകയാണ് വേണ്ടത്.
അവിടെയാണ് ഈ 16 സീറ്റുകളുടെ എന്ത് ചെയ്യുന്നു പ്രാധാന്യം നമുക്ക് അല്ലെങ്കിൽ നമ്മളിലേക്ക് അവർ മനസ്സിലാക്കുന്നത്. കാര്യം ഇത്രയും വലിയ ഒരു ജനസംഖ്യയുള്ള ഒരു കൂട്ടായ്മയ്ക്ക് ഈ 16 സീറ്റ് സംവരണ സീറ്റുകൾ ആണെങ്കിൽ പോലും ആ 16 സീറ്റുകൾ ഇവർക്ക് കൊടുത്തേ പറ്റുകയുള്ളൂ. കാര്യം ഇവർ വിചാരിച്ചാൽ ഈ പറയുന്ന അധികാര പങ്കാളിത്തത്തിൽ ഞങ്ങൾക്ക് വരാൻ പറ്റും. കാര്യം വലിയൊരു മുന്നണിയുടെ ഭാഗമാണ് ഈ 16 സീറ്റ് എന്ന് പറയുന്നത്. കാര്യം കേരളത്തിൽ ഒരിക്കലും മെജോറിറ്റി 10 സീറ്റിന് മേളിൽ മെജോറിറ്റി കേരളത്തിൽ ഇതുവരെ ഒരു അധികാരത്തിലും ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ തന്നെയാണ് ഇവിടുത്തെ അധികാരത്തെ നിർണ്ണയിക്കപ്പെടുന്ന ശക്തി. അതുകൊണ്ട് അത്തരം ഒരു തുടക്കത്തിന് അല്ല അത്തരം ഒരു കാര്യത്തിന് കേരളം തയ്യാറായ, കേരളത്തിലെ തെളിവ് പ്രസ്ഥാനങ്ങൾ തയ്യാറായാൽ അതിനോടൊപ്പം അതിൻ്റെ മുൻനിരയിലും അതിനോടൊപ്പം നിൽക്കാൻ, തോളോട് ചേർന്ന് നിൽക്കാൻ DSRM പാർട്ടി ഉണ്ടായിരിക്കും എന്നുള്ളത് എന്ത് ചെയ്യുന്ന ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ, പാർട്ടിയുടെ വക്താവ് എന്ന രീതിയിൽ ഞാൻ ഉറപ്പിച്ചു പറയുകയാണ്. കാര്യം അതിലൂടെ മാത്രമേ ഇവിടെ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ ആശയപരമായിട്ട് അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായിട്ട് വളരെ ശക്തിയെ ആർജിക്കാനായിട്ട് നമ്മുടെ സമൂഹത്തിന് സാധിച്ചിട്ടുണ്ട്, SC വിഭാഗങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതിനൊരു രാഷ്ട്രീയ രൂപം വന്നില്ല എന്നുള്ളതാണ് ഈ സംഭാഷണത്തിലൂടെ നമ്മൾ നിരീക്ഷിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ഈ DSRM പാർട്ടി ഇനിഷ്യേറ്റീവ് എടുക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ ഈ സംവാദം അവസാനിപ്പിക്കുകയാണ്. അതിൽ സജീവമായിട്ട് നിലപാട് അറിയിച്ച DSRM പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സൈ സാറിന് പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, സന്തോഷം. ഓക്കെ.